സ്വർഗത്തിൻ വാതിൽ തുറക്കുവാനായി നീ മനസ്സെന്ന മാണിക്യ കല്ലു തന്നു. മനസ്സെന്ന മാണിക്യ കല്ലു തന്നു. എന്നിട്ടും സ്നേഹത്തിൻ പൊരുളെന്തെന്നറിയാതെ മാനവൻ നരകത്തിൻ വഴി പോകുന്നു. നാഥ ദുനിയാവിൽ ഇരുൾ വീഴുന്നു. നാഥ ദുനിയാവിൽ ഇരുൾ വീഴുന്നു. സ്വർഗത്തിൻ വാതിൽ തുറക്കുവാനായി നീ മനസ്സെന്ന മാണിക്യ കല്ലു തന്നു. മനസ്സെന്ന മാണിക്യ കല്ല് തന്നു. പുണ്യത്തിൻ വഴിയേറെ മുന്നിലുണ്ടെങ്കിലും പാപത്തിൻ പാതയിലോടുന്നു നമ്മൾ. പുണ്യത്തിൻ വഴിയേറെ മുന്നിലുണ്ടെങ്കിലും പാപത്തിൻ പാതയിലോടുന്നു നമ്മൾ. ഇരുളും പകലും തമ്മിൽ അറിയാതെ, കരയും കടലും തമ്മിൽ ഉണരാതെ. ഇരുളും പകലും തമ്മിൽ അറിയാതെ, കരയും കടലും തമ്മിൽ ഉണരാതെ. അലതല്ലി പിരിയുന്നു സ്നേഹം. ഈ ദുനിയാവിൽ ഇരുൾ വീഴുന്നു. സ്വർഗത്തിൻ വാതിൽ തുറക്കുവാനായി നീ മനസ്സെന്ന മാണിക്യ കല്ലു തന്നു. മനസ്സെന്ന മാണിക്യ കല്ലു തന്നു. സ്നേഹത്തിൻ സാഗരം ഉള്ളിലുണ്ടെങ്കിലും ശോകത്തിൻ വഴി തേടി പോകുന്നു നമ്മൾ. സ്നേഹത്തിൻ സാഗരം ഉള്ളിലുണ്ടെങ്കിലും ശോകത്തിൻ വഴി തേടി പോകുന്നു നമ്മൾ. ഇഹവും പരവും മനസ്സിലറിയാതെ, മതവും മനവും തമ്മിൽ ഇണങ്ങാതെ. ഇഹവും പരവും മനസ്സിൽ അറിയാതെ, മതവും മനവും തമ്മിൽ ഇണങ്ങാതെ. ജന്നത്തിൻ ഫിർദൗസിൻ വാതിൽ റബ്ബേ കൺമുന്നിൽ അടയുന്നു. സ്വർഗത്തിൻ വാതിൽ തുറക്കുവാനായി നീ മനസ്സെന്ന മാണിക്യ കല്ലു തന്നു. മനസ്സെന്ന മാണിക്യ കല്ലു തന്നു. എന്നിട്ടും സ്നേഹത്തിൻ പൊരുളെന്തെന്നറിയാതെ മാനവൻ നരകത്തിൻ വഴി പോകുന്നു. നാഥ ദുനിയാവിൽ ഇരുൾ വീഴുന്നു. നാഥ ദുനിയാവിൽ ഇരുൾ വീഴുന്നു.
സ്വർഗത്തിൻ വാതിൽ തുറക്കുവാനായി നീ മനസ്സെന്ന മാണിക്യക്കല്ലു തന്നു, മനസ്സെന്ന മാണിക്യക്കല്ലു തന്നു. എന്താ മയമതേ, എൻ്റെ കാലിന് കുറഞ്ഞില്ലേ? ഷുഗർ കൂടിയെന്നാ ഡോക്ടർ പറഞ്ഞ്. ചിലപ്പോ മുറിച്ച് കളയേണ്ടി വരും എന്നാ ഓരോ കണക്കൂട്ടല്. അതൊന്നും ഇല്ലാന്ന് ഓല് വെറുതെ പറയണതാണേ. അല്ല എന്തെന്നിട്ടാ എനിക്കൊക്കെ ഷുഗർ, നല്ല നിലക്ക് കഞ്ഞി കുടിക്കാനില്ല. അല്ല എന്താ ഇപ്പൊ ചെറുക്കൻ്റെ വർത്താനം? ഓൻ പൈസ ഒന്നും അയക്കല്ലേ? പൈസയൊക്കെ അയച്ചിട്ട് കുറേ കാലമായി. വരുമ്പം കൊണ്ടുവരിക്കാരും. ഓൻ വന്നാലേ എനിക്കൊരു സമാധാനമുള്ളൂ. ഒരു പെണ്ണിനെയും കൂടി കെട്ടിക്കണം. നല്ലൊരു കാറ്റടിച്ച പെര പൊളിഞ്ഞാടും. ഇജ്ജ് ബേജാറാകൊന്നും വേണ്ട, ഒക്കെ ഓൻ വന്നാൽ ശരിയാവും. ഇക്കൻ ഒരു മാസം മരുന്നിന് എത്ര വരുമെന്നാ? ഇപ്പൊ ഒരു 10,000 ഉറുപ്പ ഞാൻ ആ ബാപ്പൂട്ടിനോട് കടമായിക്കാം. സെക്യൂർ വരുമ്പോ കൊടുക്കാന്നും പറഞ്ഞു. സെക്യൂറിന് ഗൾഫിൽ അത്യാവശ്യം പൈസ ഒക്കെ ഉണ്ട് എന്നാണല്ലോ നാട്ടിൽ സംസാരം. അങ്ങനെയൊക്കെ ഞാനും കേട്ടു. ആ ഗോപാലിന്റെ മോൻ വന്നപ്പോ ഓനാടെ തരക്കടില്ല എന്നാ പറഞ്ഞ്. എന്താ സെൽഫിയെ, അന്റെ മുടി വെട്ടണോ? ഇങ്ങളോ? എന്താ അന്റെ വെപ്പ് മുടിയാ? ഇങ്ങളൊരു 60, 65, 70, 75, 80 ഇപ്രായത്തിലുള്ളവരെ മുടി വെട്ടിയാൽ മതി. ഇന്റെ മുടി വെട്ടാങ്ങളായിട്ടില്ല. അതാണ് അതിന്റെ മാന്യത. വെറുതെ ചോദിച്ചാ എന്നോട് പുറത്തുകളി. അങ്ങനെ പൊറുക്കാൻ പറ്റൂല. ഞാൻ ആഴ്ചയില് ഫേഷ്യല്, സ്ട്രിച്ചിങ്, ഫിസ്റ്റിങ്, പ്ലക്കിങ്. അല്ല ഈ പ്ലക്കിങ് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല? ഇല്ല, എന്താ പ്ലക്കിങ്? പ്ലക്കിങ് പറഞ്ഞാൽ പ്ലക്കിങ് തന്നെ. അല്ല എന്താ, നിങ്ങൾ ഈ മുടിന്റെ തുമ്പത്തേക്കൊന്ന് നോക്ക്, അപ്പൊ കാണാൻ എന്റെ മാന്യത. അതന്നെ. അതൊക്കെ പോട്ടെ, എന്തിനാ അജിപ്പ് ഇങ്ങോട്ട് വന്നേ? അല്ല ഇങ്ങളെ സെക്യൂർ ഗൾഫിൽ നിന്ന് വരുന്നെന്ന് കേട്ടു. എന്നാ പോകാൻ വരുന്നു? ഇന്നോ നാളോ മറ്റന്നാളോ? എന്നാന്നറിയില്ല, വരണുണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ കറക്റ്റായിട്ട് ഡേറ്റ് പറയ്, എനിക്ക് ലീവില്ല. അല്ല എന്താ എനിക്ക് പണി? പണിയൊന്നുമില്ല, എന്നാലും ലീവിന്റെ കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാ. അല്ല എങ്ങനെ ഇപ്പൊ നമ്മളോനെ കൊണ്ടുവരാൻ പോണ്? കാറോ അത് ജീപ്പോ? കൊണ്ടുവരാനൊന്നും ചെല്ലണ്ടെന്നാ പറഞ്ഞു. ഓൻ ഇങ്ങോട്ട് വന്നോളൂ. ഞാനാ ചെല്ലണെന്ന് ചിലപ്പോ അറിഞ്ഞിട്ടുണ്ടാവൂല. അറിഞ്ഞാ ചിലപ്പോ ഓൻ അവിടെ നിന്ന് അങ്ങോട്ട് പോകും. എന്തായാലും പാടില്ല, എനിക്കൊന്ന് ഉമ്മറക്ക് പോണം. ജേ ആദ്യം ഒന്ന് വെള്ളിയാഴ്ച പള്ളിയിൽ പോവാൻ നോക്ക്, എന്നിട്ട് മതി ഉമ്മർക്ക് പോക്ക്. നോക്ക്, ഇന്നോടൊരു മാന്യത കാട്ടിയിട്ടില്ലെങ്കിണ്ടല്ലോ ഞാൻ ഇപ്പൊ പെടുന്നാണ്ട് ഇറങ്ങിപ്പോവും. ഇജൊന്ന് പോവോ അവിടുന്ന്? അത് ശരി, ഇപ്പൊ അങ്ങനെ ആയില്ലേ? അല്ല അതുകൊണ്ട് ഇപ്പൊ എന്താ നിങ്ങൾ ഉദ്ദേശിക്കണത്? അന്നോടൊന്ന് പോവാൻ തന്നെ, അല്ലാണ്ടെന്താ? അല്ല ഇവിടെ എന്നാ കുഴപ്പമില്ലല്ലോ. ഉണ്ടോ? ഇവിടെ നിങ്ങൾ പോകാൻ പറയില്ലല്ലോ. പറഞ്ഞാലും ഞാൻ പോകൂല. സെക്യൂർ നിങ്ങളെ മോനൊക്കെ തന്നെയാണ്, പക്ഷെ 10-20 കൊല്ലായിട്ട് ഓ എന്റെ തുണക്കാരനാ. ഞാൻ അല്ലാതെ ഓൻ ഇവിടുന്ന് അനങ്ങൂല. ഓണ്ട് വരട്ടെ, ഞാൻ കാണിച്ചു തരാ. ബാപ്പയാണോ സുൽഫീഖറാണോ വലുതെന്ന്? ഇജ്ജ് കാണിക്കാനൊന്നുമില്ല, ഓൻ നിന്റെ മോനാ. മോൻ ഇങ്ങോട്ട് വരുന്നു പറഞ്ഞപ്പോ എന്താ വാപ്പാന്റെ ഒരു സന്തോഷം. സക്കീർക്ക് അങ്ങോട്ട് വന്നു കഴിയുമ്പോ ഞങ്ങളെയൊക്കെ മറക്കുവോ? എന്റെ മോൻ ഇങ്ങോട്ട് വരട്ടടി, നമ്മളെ കഷ്ടകാലമൊക്കെ മാറും. പരിയൊന്ന് നന്നാക്കണം, എന്നിട്ട് എന്റെ കല്യാണം. എന്നിട്ട് നമ്മളെ കടമൊക്കെ വീട്ടിട്ട് ഓനെ കൊണ്ടൊരു പെണ്ണ് കെട്ടിച്ച ബാപ്പാക്ക് സന്തോഷായി. പഠിച്ചോനെ വണ്ടിയുടെ ഒച്ചയൊക്കെയുണ്ട്, സക്കീറൊക്കെ ആവും.
ആ, ആ. ആരാത്? സെക്കീറ, ഞാനാണ് സുൽഫീഖർ. ഇജ്ജ് അവിടുന്ന് പോരുന്ന ഞാൻ കണ്ടടാ. എടാ ഞാൻ പിന്നാലെ മണ്ടേന്ന്. പെട്ടി ഇറക്കണ്ടേ? പെട്ടി ഒന്ന് മാറിക്ക്. പെട്ടി പ്രമാണമൊന്നും കൊണ്ടുവന്നിട്ടില്ല. എന്താ അത് മേലാകെ മുടിയാക്കണേ? നിങ്ങൾക്ക് യാതൊരു വിവരമല്ലേ? എന്ത് ചായത്? ഇങ്ങക്കിതൊന്ന് വൃത്തിക്കെടുത്തൂടെ? അല്ലേലും എന്തൊരു ചായ അത്? ഓനൊരു ഗൾഫുകാരനല്ലേ, അതിന്റെ മാന്യത നിങ്ങൾ നോക്കണ്ടേ? മനുഷ്യന്മാരാരെങ്കിലും കുടിക്കുകയോ ചായ? ഏതായാലും കൊണ്ടുവന്നല്ലേ, ഇങ്ങോട്ട് വെച്ചാളി, ഞാൻ അടുത്ത് കളഞ്ഞോളാം. കാട്ടിക്കാണി. സക്കീറേ, ഇത്താത്തന്റെ പൊന്നുമോനെ സെക്കീറേ. സക്കീറേ. എന്താത്? ഒന്നാട് മാറിന്നാ. ആരാ ഈ ലോക്കൽ കസേരയൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ട്? ഓന്റെ മാന്യത നിങ്ങൾ നോക്കണ്ടേ? എന്താ പറ്റിങ്ങനെ നോക്കണ്? വന്നാണക്കാണെങ്കിൽ ഒരു മാന്യതയില്ല. ഒരു ഗൾഫാരന്റെ മേത്ത് കൂടെ ബിഗല, അതാ മാന്യത? ഓന്റെ മാന്യത ഇജ്ജ് നോക്കണ്ടേ? ഇതിന്റെ മാനത പഠിപ്പിക്കണ്ടോ? നോക്ക്, ഇജ്ജിനോട് മാന്യത വിട്ട് സംസാരിക്കാൻ നിൽക്കരുത് കേട്ടോ. സക്കീറേ, അന്റെ കാര്യം കുട്ടികൾ എന്നും ചോദിക്കും. ഇന്നും കൂടി ചോദിച്ചിട്ടേ ഉള്ളൂ. അന്റെ അതേമാതിരിക്ക് ഒരാള് ആൽബത്തിലുണ്ട്. എന്താ ഓന്റെ ഒരു അഭിനയോ? അതേതാപ്പോ ഒരു മാന്യതല്ലാത്ത ആൽബം. ഇച്ചി പോടാ അവിടുന്ന്. സക്കീറേ, അന്റെ കാര്യം എന്നും ചോദിക്കും കുട്ടികള്, എന്നും ചോദിക്കും. എന്നും ചോദിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഒന്നും ഒന്നുമില്ലേ? ഒന്നും കൊണ്ടുവന്നിട്ടില്ലെങ്കിലും പൈസ കൊണ്ടുവന്നിട്ടുണ്ടാവുമല്ലോ. ആ, അതൊക്കെ പിന്നെ ശരിയാക്കാം. എല്ലാരും ഒന്ന് കുറച്ചുകൂടെ മാറി നണി. ഓലേസം കാറ്റും വെളിച്ചം കിട്ടിക്കോട്ടെ. ഓന്റെ മാന്യത നിങ്ങളെങ്കിലും നോക്കണ്ടേ? ഒന്ന് മാറി. യാത്ര അജ്ജു വലിയൊരു മാനി. ഞങ്ങളൊക്കെ കൂട്ടവും കുടുംബ. ഇത് സക്കീറിന്റെ പെങ്ങള്, ഞാൻ അവളെ കെട്ടിയ മാപ്പിളയും. ഇജ്ജ് പുറത്തുള്ളവരാ, ഇജ്ജാട് പുറത്തേക്ക്. അതായത് നായിന്റെയും പൂച്ചാന്റെ വ്യത്യാസം. പൂച്ച അകത്തും നായി പുറത്തും. ഇജ്ജ് വെറും പൂച്ചല്ലടാ, കാടൻ പൂച്ചാണ്. കാടൻ പൂച്ച. ഇറങ്ങി പോടാ അവിടുന്ന്. നോക്ക്, എന്റെ ആത്മാർത്ഥ തുണക്കാരനായ ഫ്രണ്ടാണ് കേട്ടോ ഞാന്. ആ ഇന്നാണ് എന്റെ അളിയൻ പിടിച്ച് തള്ളിയിരിക്കണത്. എന്താ പോന്റെ ഒരു മാന്യത? എന്നോട് മാന്യമായിട്ട് ഇടപെട്ടില്ലെങ്കിൽ ഒരു നിമിഷം ഞാൻ അവിടെ നിൽക്കൂല കേട്ടോ. ഇജ്ജ് ഇവിടെ നിൽക്കണ്ട, ഇറങ്ങി പോടാ അവിടുന്ന്. അത് പറ ഇജ്ജാരാ? സക്കീർ പറയട്ടെ, സക്കീർ. ഈ ഒന്നും മുണ്ടാ പോണ്ട അവിടുന്ന്. അത് ശരി, ഇപ്പൊ അങ്ങനെ ആയില്ലേ? എനിക്കെല്ലാം മനസ്സിലായിടാ, എല്ലാം മനസ്സിലായി. ഇനി മേലെ ഞാൻ ഈ പടി ഔട്ടൂല. എനിക്കൊരു മാന്യത ഉണ്ട്, അതെനിക്ക് മനസ്സിലാവൂല. എന്നാ പോട്ടാത്ത പോടാ. സക്കീറ, ഇനി ഇജ്ജ് പോകുമ്പോ ഞാനും ഉണ്ട്. ഞമ്മക്ക് അവിടെ അടിച്ചു പൊളിക്കാം. ഞാനും ഉണ്ട്. ഇജ്ജു വരണ്ട. ഇജ്ജു വന്നാൽ കുട്ടികളെ ആരാ നോക്ക? ഇങ്ങളൊന്നും മുണ്ടാക്കി, അതൊക്കെ നമുക്ക് ആലോചിക്കാം. എന്താടാ ഈ പടി ഔട്ടൂലെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് തന്നെ വലിഞ്ഞേറി വന്നോ? ഞാനൊരു കാര്യം മറന്നു. എന്ത് കാര്യം? ഒന്നുമില്ല. എന്നാ പോട്ടാത്ത. പോടാ. ഞാൻ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് വന്നതേ അനക്കൊരു കല്യാണക്കാര്യം പറയാനാ. 1,00,000 ഉറുപ്പ്യ 30 പവനും. നടക്കൂല, നടക്കൂലെന്ന്. ഒരു ഗൾഫുകാരനായ ഇവന് 1,00,000 പവനും 30,000 ഉറുപ്പ്യ നടക്കൂല. ഇറങ്ങി പോണ അവിടുന്ന്. ജങ്ങാടി കണ്ടു വാ, ഞാൻ കാട്ടിത്തരാ. ഈ സുൽഫി ആരാണെന്ന് അനക്കാനാണ് കാട്ടിത്തരാ. ഇതിന്റെ വലത്തും ഒന്ന് പോടാ അവിടുന്ന്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ആ, അത് കറക്റ്റ്, അതാണ് അതിന്റെ മാന്യത. എൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണാവോ? സൽമാക്ക് കല്യാണം വരുന്നുണ്ട്. ഞാൻ ഇജ്ജ് വന്നിട്ട് തീരുമാനിക്കാന്ന് വെച്ചാ. അല്ലേ തന്നെ ഇപ്പോൾ ഒരുപാട് പൈസ കടമുണ്ട്.
കല്യാണത്തിന് മുമ്പ് പെരയൊക്കെ ഒന്ന് നന്നാക്കണ്ടേ? എന്തൊക്കെയാ ഞാൻ ചെയ്യേണ്ടത്? സൽമാനെ കെട്ടിക്കണം, പെര നന്നാക്കണം, നിങ്ങളെ കടം വീട്ടണം, നിങ്ങളെ മരുന്ന്. എന്നെ കൊണ്ട് കഴിയൂല അതൊന്നും. അത് കരുതി നിൽക്കും വേണ്ട. സക്കീറേ, എന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. മുടി വെട്ടിയടാ അന്ന് ഇത്രയും കാലം ഞാൻ പോറ്റിയത്. ഇതുവരെ അന്നെ കൊണ്ട് ഞാൻ കത്തിലെടുപ്പിച്ചിട്ടില്ല. എനിക്ക് വലിയ അഭിമാനക്കട അല്ലേ? എൻ്റെ കുട്ടീൻ്റെ കല്യാണത്തിന് നീ എന്നെ സഹായിക്കണം. എനിക്ക് പഴയ പോലെ ഓടിച്ചാടി നടക്കാൻ കഴിയൂല. കുറച്ചുകൂടി കഴിഞ്ഞാൽ കാല് മുറിച്ചടിയുന്ന ഡോക്ടർ പറഞ്ഞേ. അതിന് മുമ്പെങ്കിലും എൻ്റെ സൽമാന്റെ കല്യാണം എനിക്ക് നടത്തണം. എനിക്കത് മാത്രമേ പറയാനുള്ളൂ. സക്കീറെ, ഈ കാരണം ബാപ്പാന്റെ കണ്ണീര് വീഴുന്നേ. എന്താ ഇങ്ങനെ? എനക്ക് ഈ കുടുംബത്തോട് ഉത്തരവാദിത്വം ഒന്നുമില്ലേ? എനിക്ക് വലിയ ഉത്തരവാദിത്വമൊന്നുമില്ല. പണ്ട് എനിക്ക് കഞ്ഞും ചോറും തന്നതിന്റെ കണക്കൊന്നും പറയും വേണ്ട. കുട്ടികൾ ഉണ്ടായാൽ നോക്കേണ്ടത് ഉമ്മാന്റെയും ബാപ്പാന്റെയും കടമയാണ്. നോക്കിയതിന്റെ കണക്കൊന്നും അല്ലടാ. ബാപ്പ ഗതികേട് കൊണ്ട് ചോദിച്ചാ. അനക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഇജ്ജങ്ങ് പുറത്തു കളാ. മഴമതില്ലേ അവിടെ? മുടിയൊന്ന് വെട്ടാനാ. വെട്ടലും വടിക്കലൊക്കെ അങ്ങ് കടയിൽ രാവിലെ തന്നെ ഓരോ നാശങ്ങൾ ഇങ്ങോട്ട് കയറി വരും. മൂപ്പര് അവിടെ വെട്ടിയാൽ തന്നെ ഇവിടെ നിറച്ച് മുടിയാ. പിന്നെ ഇവിടെ വെട്ടിയല്ലേ കഥ പറയും വേണ്ട. സക്കീറേ, ഉള്ള കഞ്ഞി കൂടി ഈ മുട്ടിക്കരുത്. ഒരു കാര്യം ഞാൻ പറയാം. മുടിവെട്ടല് വടിക്കല് എന്നൊക്കെ പറഞ്ഞ് ആളുകൾ ഇങ്ങോട്ട് വരുന്ന എനിക്കിഷ്ടമല്ല. ആങ്ങളെ ഗൾഫിൽ നിന്ന് വന്നപ്പോ ആളാകെ മാറി. എന്താ കൊണ്ടുവന്നത്? 2 കുന്തം. അയ്യോ, എനിക്കൊന്നും വേണ്ടേ. ഇനി വലിയ വലിയ വീട്ടിൽ നിന്ന് സുൽത്താന്മാരൊക്കെ തേടി വരും. ആങ്ങളുടെ കയ്യിൽ നിറയെ പൊന്നല്ലേ. ആയിക്കോട്ടെ, അതിന് മുടക്കൊന്നുമില്ലല്ലോ. അയ്യോ ഇല്ലേ. വട്ടിക്കാരെ കൊണ്ടുള്ളൊരു ഇടങ്ങേറേ. മാന്യത വരുന്നുണ്ട്. ആ മാന്യത സുൽഫി വേഗം പോയിക്കോ. പോയിക്കോളി ശരിയാക്കി തരണ്ടേ? ഞാനതൊക്കെ നമ്മളൊന്നും അറിയില്ല. നിങ്ങളിങ്ങനെ ചിരിച്ചണ്ട. ഒരു ജാതി മാന്യതല്ലാത്ത ചിരിച്ചല്ലോ. ചിരിക്കണ്ടടാ, അടി തെറ്റിയ ആന മുഗ്ഗും. ഇജിവിടെ ചിലരൊക്കെ വീഴ്ക്കാൻ നോക്കുന്നുണ്ട്. അതെനിക്ക് മനസ്സിലാകണ്ട കേട്ടോ. അച്ഛനെ പാമ്പാന്നാ തോന്നുന്നത്. ഊത്ത് കേട്ടിട്ട് മൂർഖം പാമ്പാ തോന്നുന്നു. അപ്പൊ അട്ടിക്കല ബുദ്ധിയല്ല. പഠിച്ചോനെ എന്നെ ശരിക്കും അറിയുന്ന പാമ്പാന്നാ തോന്നുന്നത്. അപ്പൊ ഒരേറെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ശരിയാ. അത് ശരി. എന്താ ഇവിടെ വന്നിരിക്കണത്? എടാ, കട തുറക്കാൻ വയ്യ. 2-3 സീറ്റ് അപ്പുറം ഇടല്ലേ. ഞാൻ കട പൂട്ടിയിട്ട് കച്ചവടം ഇങ്ങോട്ടൊക്കെ മാറ്റി. ആർക്കെങ്കിലും സീഡ് വേണമെങ്കിലേ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടാൽ മതി. ഞാൻ 10 മണിയോടെ ഉണ്ടാവും. അത് കഴിഞ്ഞ സ്കൂളിൻ്റെ പുറകിലെ കല്ലുട്ട് കുഴിയില്ല കച്ചവടം. എനിക്കും ജീവിക്കണ്ടേ? കടൻ്റെ ബാക്കിലെ പ്ലാവിൻ്റെ പൊത്തിലും മായാവിയുണ്ട്. അപ്പൊ കുട്ടൂസനുണ്ടാകിനി എവിടെയാണ്? എടാ, അതല്ല, പുതിയ സിനിമയുടെ കാര്യമാണ് പറഞ്ഞേ. അത് ശരി. അപ്പൊ അത് നിന്റെ അടുത്ത് എത്തിയല്ലേ? വെറുതെ അല്ലടാ നിന്റെ കട പൂട്ടി പോയത്. എടാ, വല്ല ആവശ്യക്കാരുണ്ടെങ്കിൽ പറഞ്ഞു വിടണേ, മറക്കല്ലേ. സക്കീറേ, അന്റെ വിഷമം എന്താന്ന് എനിക്ക് മനസ്സിലാവും. ഇജ്ജ് മുടിവെട്ടുകാരൻ മയമേന്റെ മാനാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല തറവാട് നിനക്ക് പെണ്ണ് കിട്ടൂല. കാരണം മയമാക്കൊക്കെ ഒരു മാന്യത ഇല്ലല്ലോ. പക്ഷെ മൂപ്പര മാന്യത അല്ലല്ലോ അന്റെ മാന്യത. അന്റെ മാന്യത എന്താന്ന് എനിക്ക് മനസ്സിലാവും. അതാണല്ലോ ഇന്റെ മാന്യത. ആദ്യം എന്റെ ഈ മാന്യത ഒന്ന് നിർത്തുവോ? അതെന്ത് മാന്യത ഇല്ലാത്ത വർത്താനം ജി പറഞ്ഞത്? അന്റെ കയ്യിൽ ലക്ഷങ്ങളുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ നാട്ടുകാർക്ക് അത് അറിയില്ലല്ലോ. നാട്ടുകാരുടെ മുമ്പിൽ എന്റെ പവർ ഒന്ന് കാണിക്കണ്ടേ? അതിനിപ്പോ എന്താ നമ്മൾ ചെയ്യുക? ജാതി എന്റെ പൊളിഞ്ഞാടാനായ പേരുണ്ടല്ലോ, അതൊന്ന് ഒഴിവാക്കിയിട്ട് വേറൊരു വീട് എടുക്കണം. വേറൊരു വീട് എടുത്താൽ തന്തനെയും തള്ളനെയും അങ്ങോട്ട് കൊണ്ടുപോണ്ടി വരും. തൽക്കാലം വാടകയ്ക്ക് എടുത്താൽ മതി. പൈസ എണ്ണിക്കൊടുത്താൽ നല്ല ഉഗ്രം വീട് കിട്ടും. കല്യാണമൊക്കെ കഴിഞ്ഞ് ഇജ്ജാണ് തിരിച്ചു പോകുമ്പോൾ അവിടെ ഒഴിവാക്കി കൊടുത്താൽ മതി. അതാണല്ലോ അതിൻ്റെ ഒരു മാന്യത. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും. അതാണ് അതിൻ്റെ മാന്യത.
അല്ലാതെ ഇജ്ജ് പെരയിൽ നിൽക്കുന്നിടത്തോളം കാലം അന്റെ കല്യാണം നടക്കൂല. കാരണം അന്വേഷിച്ച് വരുന്ന ആൾക്കാരൊക്കെ അന്റെ വാപ്പാന്റെ ആട്ടുംകൂട് പോലത്തെ ബാർബർ ഷാപ്പിക്കാ ചെല്ലണത്. അത് കണ്ടാൽ തന്നെ മനുഷ്യന്മാരും പെണ്ണ് വരൂല. നമുക്ക് എന്തായാലും ഒരു പെര വാടകയ്ക്ക് എടുക്കാം. ഇജ്ജൊരു പണക്കാരനാണെന്ന് നാട്ടുകാർ അറിയണം, ഞമ്മക്കറിയിക്കണം. ഈ സുൽഫിന്റെ എൻ്റെ ഒപ്പം. എന്താ മൈമതേ, നിന്റെ വീട്ടിൽ വെട്ടാൻ വരുന്നവരൊക്കെ മോൻ ആട്ടി പറഞ്ഞേക്കാന്ന് കേട്ടു. ദുബായിൽ നിന്ന് വന്നപ്പോ ഓൻ ഇതൊന്നും അങ്ങോട്ട് ഇഷ്ടാവുന്നില്ല. പണ്ടേ പണിയൊന്നും ഓൻ ഇഷ്ടല്ല. ഇനിയിപ്പോ വാപ്പ പോരാന്നോ പറയോ? എന്താ നാണിയേ? നാളെ ആ നിങ്ങളെ മാക്ക് പറഞ്ഞ കല്യാണക്കാര് ശരിയായിട്ടുണ്ട്. ഓര് കാണാൻ വരട്ടേന്ന് ചോദിച്ചു. എന്താ ഞാൻ ഓലോട് പറയണ്ടേ? എന്താ പന്നോട് ഞാൻ പറയാ? ഓൽക്ക് പൈസ ഒന്നും വേണ്ട, ഒരു 10-50 പവനും ഒരു വിസയും മതി. മോൻ ഗൾഫിലുള്ളതുകൊണ്ട് വിസന്റെ കാര്യം പ്രശ്നമില്ലല്ലോ. മോൻ ഗൾഫിലായതുകൊണ്ട് അപ്പൊ കുടുങ്ങിപ്പോയത്. എവിടേക്കാ സക്കീറ പോണേ? ഇജ്ജ് അങ്ങനെ ഒറ്റക്കാക്കിട്ട് അങ്ങട്ടാ? അന്നോട് ഞാൻ എന്ത് തെറ്റാ ചെയ്ത്? ഇക്കാക്ക, എന്റെ കല്യാണത്തിന് പൈസ ഒന്നും തരണ്ട. ഞാൻ ഇങ്ങനെയൊക്കെ ജീവിച്ചോളാം. എന്തിനാ വാപ്പാനും മാനും ഇങ്ങനെ വിഷമിപ്പിക്കണേ? ഇവിടുത്തെ ഒരു കാര്യത്തിലും എന്നെ സഹായിക്കണ്ട. കാര്യങ്ങളൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും നടത്തിക്കോളാം. ഇവിടുന്ന് പോരുത്. ഞാൻ എന്റെ കാല് പിടിക്കും. ആരും എന്റെ കയ്യും കാലും ഒന്നും പിടിക്കണ്ട. എനിക്കെന്റെ ഭാവിയാ വരുന്നത്. ഞാൻ പഴയ മുടിവെട്ടുകാരൻ മയമതിന്റെ മകനല്ല, ഗൾഫുകാരനാ. എനിക്ക് മാനിയായിട്ട് ജീവിക്കണം. കരഞ്ഞു വിളിച്ച് ആരും എൻ്റെ ഒപ്പം വരണ്ട. എനിക്കതിഷ്ടല്ല. അല്ല, നീ ആ മുടിവെട്ടുകാരൻ മോമേന്റെ മോനല്ലേ? ഏയ് അല്ല. അല്ലേ? ഏയ് എന്താ മാന്യത ഇജ്ജ് കിടക്കണേ? ഇജ്ജെന്താ ഗേറ്റ് കുടുങ്ങിയോ? എന്താ ഞാൻ ഇവിടെ നിന്നാ ശരിയാവൂലേ? എനിക്കതിനുള്ള മാന്യത അല്ലേ? ഓടാ അവിടുന്ന്. ഏതായാലും പെരക്ക് കണ്ണേറിട്ടൂല. ആ വന്നോ? ഇപ്പൊ എന്നെ കണ്ട ഒരു പണക്കാരനാന്ന് പറയും. വാ കേറി വാ. ഇനി ഇവിടെയാണ് നമ്മളെ താവളം. വാടക കുറച്ച് അധികം കൊടുത്താലെന്താ? ഒരു പണക്കാരനായിട്ട് ജീവിക്കാലോ. കാട്ടിക്ക. വാ വാ വാ. എന്താ ഇതിലൊക്കെ നോക്കാം എങ്ങനെയുണ്ട്? ഇപ്പൊ തന്നെ എനിക്കൊരു മാന്യതൊക്കെ ഉണ്ട്. ഇജ്ജ് പണക്കാരനാണെന്നും അൻ്റെയൊക്കെ ലക്ഷങ്ങൾ ഉണ്ടെന്നും ഞാൻ നാട് മുഴുവൻ പറഞ്ഞേക്കണ്. എല്ലാം നാട്ടുകാരറിയട്ടെ. ഞാനിപ്പോ പഴയ മുടിവെട്ടുകാരൻ മഹമ്മദിന്റെ മകനല്ല, സക്കീർ മുതലാളിയാ. സക്കീർ മുതലാളി. ഇനി എനിക്ക് സമൂഹത്തിൽ മാന്യതൊക്കെ ഉണ്ടാവും. നാളെ മുതൽ പിരിവാരും ബ്രോക്കർമാരും ഈ പെരന്റെ മുറ്റത്ത് മുണ്ടിന്റെ മടക്കി കൂത്തയച്ച് അന്നെ കാണാൻ കാത്തു നിൽക്കും. ഞാൻ ആരാ നീ നാട്ടുകാർക്ക് ശരിക്കൊന്ന് കാണിച്ചു കൊടുക്കും. പണ്ടെപ്പോഴും എൻ്റെ മേത്ത് മുടിയാണ് മുടിയാണ് എന്ന് പറഞ്ഞ് നടന്നിരുന്ന കുറെ ചെറ്റാളുണ്ട് ഇവിടെ. ഓലൊക്കെ മുമ്പിൽ എനിക്ക് ഞെളിഞ്ഞൊന്ന് നടക്കണം. ഇവിടെ താമസിച്ച് ഈ പെര ഞമ്മക്ക് ഇഷ്ടപ്പെട്ട ഞമ്മക്ക് ഇതങ്ങോട്ട് വാങ്ങാം. ഈ ഒരു പേടിയും പേടിക്കണ്ട. ഇപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. നാരങ്ങ എന്താ നിങ്ങൾ കിടക്കണേ? കടയിലൊന്നും പോകുന്നില്ലേ? ഒന്നിനും വയ്യ. ഒന്ന് ചത്ത് കിട്ടിയാ മതിയേ. ബാപ്പ എന്തിനാ ആവശ്യമില്ലാത്തൊക്കെ പറയണത്?
ഇക്കാക്ക പോയ മാതിരി 2 ദിവസം കഴിയുമ്പോ ഇങ്ങോട്ട് വരൂലേ? നിങ്ങൾ ഓനെ പോയി ഒന്നുകൂടെ വിളിക്കേ. നമ്മൾ ഓന് മോശക്കടാക്കുന്ന ഒന്നും ചെയ്യില്ല എന്ന് പറയേ. വിളിക്കാനൊന്നും പോണ്ട. ഇപ്പൊ വാപ്പ വിളിച്ച ഇക്കാക്ക വരൂല. സക്കീറേ സക്കീറ സക്കീറേ സക്കീറ കോയ് സക്കീറേ സക്കീറ സക്കീറേ 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 അനക്ക് ഞാൻ കലത്തപ്പുണ്ടാക്കി കൊണ്ടുവന്നിക്കുന്നു. അനക്ക് വലിയ ഇഷ്ടല്ല അത്. സക്കീറേ സക്കീറേ സക്കീറ എടാ കനത്തപ്പം കൊണ്ടുവന്നുണ്ട്. ഇക്കാക്ക ഇവിടെ ഇല്ല, ഇവിടുന്ന് പോയി. പോകുക എങ്ങട്ട്? പടച്ചോനെ, ഓൻ ഗൾഫിക്ക് തന്നെ പോയാ? ഓനവിടെ ഭയങ്കര തിരക്ക് തന്നെയല്ലേ. ഗൾഫിക്കൊന്നും അല്ല, ഓൻ ഇവിടുന്ന് താമസം മാറി. താമസം മാറിയേ? എങ്ങട്ട്? ആരുടെ കൂടെ? വീട് വാടകയ്ക്ക് എടുത്ത് അങ്ങോട്ട് പോയി. കൂടെ സുൽഫിയുണ്ട്. ബാപ്പ ഓനെ തിരിച്ചു വിളിക്കാൻ പോവാ. കുഞ്ഞാപ്പൂട്ടിയെ എനിക്ക് കൂടി ഒന്നിച്ചല്ലേ. ആഹാ, ഓ നിങ്ങളെ കെട്ടിക്കണ ഒറ്റക്കാട് താമസം മാറി. അതിന് മാത്രം ധൈര്യം ഓനോ? എന്നാ ഞാനൊന്ന് നോക്കട്ടെ, ഈ കുഞ്ഞാപ്പുട്ടി ആരാന്ന് ഓന് മനസ്സിലായിട്ടില്ല. ബാപ്പ നിങ്ങൾ വരി, വണ്ടി കയറി നമുക്കൊന്ന് പോയി നോക്കാം. ആ നടക്കട്ടെ. ആഹാ ഇവന് പിരാന്തായോ? സക്കീറിനെ വിളിക്കടാ. സക്കീറിനെ വിളിക്ക്. പോയി സക്കീറിനെ വിളിക്കടാ. നിങ്ങൾ പേടിക്കണ്ട, ഓനയും കൊണ്ടേ നമ്മൾ പോകൂ. അല്ലെങ്കിൽ അവിടെ പണ്ട ഞാൻ പുറത്താക്കും. ഈ കുഞ്ഞാക്കുട്ടിക്ക് മീൻ വെട്ടാൻ മാത്രമല്ല അറിയാം. ഇനി ഞാൻ വന്നതറിഞ്ഞോ അടുക്കള കൂടിയിട്ട് മണ്ടിക്കണാവോ? സഹായം ചോദിച്ചു വന്നാവൂലേ? നല്ല മനസ്സരിയുള്ള മുതലാളിയാ, കണ്ടില്ലേ? വാടാ. സക്കീറെ, ഈ വീട്ടിലേക്ക് വരണം. അനക്ക് മാനക്കേടുണ്ടാകുന്ന ഒന്നും ഞങ്ങൾ ചെയ്യൂല. ഉമ്മ അവിടെ എന്നെ കാത്തിക്കുക. എനിക്കൊന്നും കേക്കണ്ട. ഇനി എന്നെ മറന്നാലും പെറ്റുമ്മാനെ മറക്കരുത്. പടച്ചോൻ പൊറുക്കൂല. പൊറുക്കണ്ട. ഓരോ നാശങ്ങളുണ്ട് വലിഞ്ഞു കയറി വരും ഉന്നെ മാനം കെടുത്താൻ. ഉമ്മയാണ് വാപ്പയാണെന്നൊക്കെ പറഞ്ഞ് ആരും ഇങ്ങോട്ട് കയറി വരണ്ട. എനിക്കത് ഇഷ്ടല്ല. മോനെ സക്കീറെ, ഞാൻ എൻ്റെ കാല് പിടിക്കാം. ഇറങ്ങി പോകാനാ പറഞ്ഞത്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് വർത്താനേ പറയണേ? ഓനൊരു ഗൾഫുകാരനല്ലേ, ഓനങ്ങൾ മാനം കെടുത്താൻ പാടുണ്ടോ? അതല്ല എൻ്റെ ന്യായം. എന്തൊക്കെ ആണെങ്കിലും ശരി, ഞാൻ ന്യായത്തിൻ്റെ ഒപ്പം കൂടും. നിങ്ങളാണ് പോയിക്കോളി, ഞാനില്ല. അളിയാ ഇതെന്താ ഒരു സാധനം വഴി കിടക്കുന്നത്? ഇതേ നോക്കിയേ. ഇതാരാ ഐസിലിട്ട മത്തിയായിരിക്കും ഇവിടെ കിടക്കണ്? സക്കീറോടല്ലേ? ആര്? ഞാനാ കുഞ്ഞാപ്പുട്ടി. എന്താ അനക്ക് പറ്റിയില്ലേ? ഞാനുണ്ട്. എന്താ അനക്ക് പിടിച്ചില്ലേ? ഒന്നുമില്ല, വെറുതെ ചോദിച്ചെന്നുള്ളൂ. തീറ്റയും കൂടിയും കിടപ്പൊക്കെ ഇവിടെ തന്നെയാണല്ലേ? തീറ്റയും കൂടി അകത്തും കിടപ്പ് പുറത്തും. അതാണല്ലോ ഇപ്പൊ അതിന്റെ ഒരു മാന്യത. താത്താക്ക് എന്തെങ്കിലും പറയാണ്ടോ? പോടാ. ഹാറാൻ പറഞ്ഞോനെ അവന്റെ ഒരു. എന്റെ സക്കീറേ, ആകെ ക്ഷീണിച്ചു പോയി. എന്താ പണക്ക്? ആയിക്കോട്ടെ, നിങ്ങളൊന്ന് മാറി നിൽക്ക്. മനസ്സിനൊരു സമാധാനം തരൂല. ശരിയാണ്, ഞാൻ അപ്പൊ പറഞ്ഞിട്ടേ ഉള്ളു. എന്ത് അജ് പറഞ്ഞത്? ജി പെരേന്ന് പോന്നത് നന്നായി. ബാപ്പാക്കും ഉമ്മാക്കും അന്നെ മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ പോട്ടേന്ന്. പോട്ടേന്ന് ജി വിഷമിക്കണ്ട. വേണമെങ്കിൽ ഞാൻ വന്നിക്കാം എൻ്റെ ഒപ്പം. ഞാനും തൽക്കാലം വേണ്ട. ഇങ്ങോട്ട് വാ മനുഷ്യ. പോയോ? ഇങ്ങോട്ട് വരാൻ. ഇജ്ജി പെരേന്ന് പോന്നു അറിഞ്ഞ ദിവസം ഞാനും അവിടുന്ന് ഇറങ്ങി. ഞാനും. നിക്ക് ഇജ്ജിയാ വലുത്. എനിക്കും. കുട്ടികൾ എപ്പോഴും പറയും എൻ്റെ കാര്യം. മൂത്തോന് സൈക്കിൾ വേണമെന്ന് പറഞ്ഞ എപ്പോഴും കരച്ചില്ല.
സക്കീർക്ക വന്നാ എല്ലാം ശരിയാക്കാന്ന് പറഞ്ഞ് നിർത്തിയിരിക്കാ ഞാൻ അവനെ. ഞാനും. പിന്നെ വേറൊരു കാര്യം, എൻ്റെ MIT ഒന്ന് മാറ്റി എനിക്കൊരു ബുള്ളറ്റ് ആക്കണം. ഇപ്പൊ തന്നെ ആളുകൾ എന്നെ കണ്ട സക്കീർ മുതലാളിന്റെ അളിയനാന്നാ പറയല്. ഇക്കൊരു ബുള്ളറ്റ് എങ്കിലും ഇല്ലെങ്കിൽ അതിന്റെ മാനക്കേട് അനക്കാ. ഞമ്മക്കും വാങ്ങണം ഇതേമാതിരിക്കൊരു പോരാ. കുട്ടികൾ എപ്പോഴും പറയും. കുട്ടികൾ പറയാത്തായിട്ട് എന്തെങ്കിലും ഉണ്ടോ? നോക്ക്, എന്നോട് ഞാൻ പറഞ്ഞിട്ട് കുടുംബക്കാർ സംസാരിക്കുന്ന ഇടയ്ക്ക് ഒരു തലടരുതെന്ന്. അല്ലെങ്കിൽ ഉജ്ജ എന്തിനാ ഈ കാർബാളിനെ കൂടെ കൊണ്ടു നടക്കുന്നത്? ആ, കാർബാളിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്ത്. ഒരു കാറ് വാങ്ങുന്ന കാര്യം പറഞ്ഞില്ലല്ലോ, ഞാൻ ഒരു കാറ് നോക്കി വെച്ചിരിക്കണ്. മഴക്കാറേക്കാരത് ജനിച്ചിട്ട് വേറെ കാറ് കയറാതെ കാറ് നോക്കിക്കള്. നല്ല നോക്ക സക്കീറെ, കാറൊക്കെ ഞാൻ നോക്കി വെച്ചിരിക്കണ്. ഒരു വക്കീലിന്റെ കാറാണ്, ഒരു പരിക്കൂല, ഫുള്ള് AC ആണ്. പിന്നെ വക്കീലിന് വലിയ കേസൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ ഓട്ടൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞൊരു ഡോക്ടറിന്റെ കാറിന്റെ കാര്യ. മൂപ്പർക്ക് 3 കാറുണ്ട്. മൂപ്പര് ഈ കാർ എടുക്കലല്ല. അതൊന്നും കേടേക്കാറല്ലേ? സക്കീറ, ഞാൻ ബോനറ്റ് കൊണ്ട് ചാരി ആൾക്കാരൊക്കെ ഒന്ന് കാണട്ടെ. ആ തന്നെ. ഏയ്, ഇത് ഞാൻ വാങ്ങിയ പുതിയ കാറാ. ഇപ്പൊ വെറും സക്കീറല്ല, സക്കീർ മുതലാളിയാ. ഇന്ന് കാറ്, നാളെ ബസ്, മറ്റന്നാ എസ്റ്റേറ്റ്, അങ്ങനെ പലതും നമ്മൾ വാങ്ങും. ഏത് ഞമ്മള്? അല്ല, ഇജ്ജ് വാങ്ങും. ഇജ്ജ് 1000 നോട്ട് കൊണ്ട് കാട്ടിക്ക. എന്തിനാ? ഞാനത് പോയി ചില്ലറാക്കട്ടെ. അന്റെ പൈസ ഉണ്ട്, നീ നാട്ടുകാർ മുഴുവനൊന്നും അറിയട്ടെ. ഓ, അങ്ങനെ. നോക്ക്, സുൽപ്പിയുള്ള എൻ്റെ കമ്പനി അത്ര നല്ലതല്ല. ഓൻ ഈ നാട്ടിലത്തെ ഏറ്റവും വലിയ പെരിച്ചായ. ഒരു പണിക്കും പോകില്ല. ഓൻ ഈ നാട്ടിൽ നിന്ന് പെണ്ണിട്ടൂലല്ലോ. വർത്താനത്തിൽ ഇടക്കിടക്ക് മാന്യത മാന്യത എന്ന് പറയാന്നല്ലാതെ ജീവിതത്തിൽ ഓനൊരു മാന്യതയല്ല. തൽക്കാലം നമ്മളൊപ്പം നിൽക്കട്ടെ, നമുക്ക് ആവശ്യം വരും. ആ, നമുക്ക് നോക്കാം. ആ സെക്യൂറെ, ഒന്ന് വന്നാ ഒരു കാര്യം പറട്ടെ. വേവാ നോക്ക്, ഓൻ എൻ്റെ അളിയനൊക്കെ ആണെങ്കിലും ഓൻ ഒപ്പം കൂട്ടുന്നത് നല്ലതല്ല. ഈ നാട്ടിലെ ഏറ്റവും വലിയ അറാത്താണോ. ഇന്നാളിപ്പോൾ എൻ്റെ പെങ്ങളോ മുഴുവല്ലാനൊക്കെ നോക്കി. പക്ഷെ എൻ്റെ പെങ്ങൾ സാമർത്ഥ്യക്കാരി ആയതുകൊണ്ട് ഓൻ്റെ ചെവിട്ടാണിൻ്റെ കുറ്റിക്ക് 2 കൊടുത്തു. ഇപ്പം അടിൻ്റെ ഊക്കിൽ അടങ്ങി നിൽക്കുക. ഓനെ കൂട്ടത്ത് കൂട്ടിയ എൻ്റെ സർവ്വ പരിപാടിയും പൊളിയും. അല്ലെങ്കിൽ ചിന്ന അങ്ങനെ 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 വിളിച്ചോ. ആ, അതൊക്കെ പോട്ടെ. പൈസ ആ, അത് ഞാനത് മറന്നു. 1000 കൊണ്ടുപോയി ചില്ലറാക്കിയിട്ട് ഇപ്പോൾ 800 ഉള്ളൂ. ഞാൻ 2 പാക്കറ്റ് സിഗരറ്റ് ആണ് വാങ്ങുന്നത്. അതായിരിക്കാം 2 പാക്കറ്റ്. ഒന്നനക്കും ഒന്ന് എനിക്കും. എന്നാലും പൈസ ബാക്കി ഇത് പോരല്ലോ. സെക്യൂറേജ് ഇങ്ങനെ പരസ്യമായിട്ട് കണക്ക് പറയല്ലേ. ഒരു പണക്കാരനെ മാന്യതിച്ച് നോക്കണ്ടേ. അതാ പറഞ്ഞത് അനക്കിപ്പോൾ ഒരു പണക്കാരൻ്റെ ഗെറ്റപ്പായിട്ടില്ല. ഓ, അത് ശരി, അങ്ങനെയാണല്ലേ. അങ്ങനെയാണെങ്കിൽ ഒരു 1000 ഉറുപ്പിക ആട്ടിക്ക, ഞാനും പോയി ചില്ലറാക്കി വരാം. വേണ്ട വേണ്ട വേണ്ട, ചില്ലറയൊക്കെ ആവശ്യത്തിനായി. പോരെ, പോവാം. പൊടച്ചോനെ സാട്ടാകണല്ലേ കുടുങ്ങി. നാശം, ഒന്ന് ഇറങ്ങി തള്ളു. തള്ളിക്കോണ്ട് ആകെ മാനം കെട്ടു. ആ, തള്ളിക്കൂടാണ്ട്. ആ തള്ളു. ആ തള്ളിക്കോ. ഞാൻ അപ്പോഴും പറഞ്ഞ എന്നോട് ഈ കോഴിക്കൂട് വാങ്ങണ്ടാന്ന്. ഇപ്പൊ എന്തായി? കുന്തായി കുന്തം. 2 ആളും കൂടി കച്ചറ കൂടി നിൽക്കാതെ വേഗം തള്ളാൻ നോക്ക്. ആ തള്ളു, ജല്ലിക്കോ. തള്ളടാണ്ട്. ആ, അനുഭവിച്ചോ തള്ളു കണ്ട് അത് പോട്ടാട്. ആ, അത് കുഴപ്പമില്ല. വണ്ടി അധികം ഓടാത്തോണ്ട് ബാറ്ററി ഇറങ്ങിയതാ. ആ, ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ പിന്നെ വണ്ടി ഓടുക? നിർത്താൻ പറഞ്ഞാൽ നിർത്തൂല. ഇതെന്റെ ജീവിതമാർഗം, എനിക്കും ജീവിക്കണ്ടേ. മമക്ക,
മൈമക്ക ആ ബാപ്പുട്ടിയോ? എന്താ മൈമക്ക എന്റെ പൈസ തരാത്ത്? നിങ്ങൾക്ക് മരുന്നിലാണ് പറഞ്ഞപ്പോ ഒന്നും നോക്കാൻ എടുത്തു തന്നല്ലേ ഞാന്. 5-6 മാസമായില്ലേ, 1-2 ഉറുപ്പില്ലല്ലോ, 16 ഉറുപ്പില്ലേ? ബാപ്പുട്ടി ഇജ്ജ് കുറച്ച് ദിവസം ഒന്ന് ക്ഷമിക്കണം. സെക്യൂരിറ്റി വരുമ്പോ തരാന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ഓന് കാർ വാങ്ങാൻ തോട്ടം വാങ്ങാൻ പൈസ ഉണ്ട്, നമ്മളെ പൈസ തരാനല്ലേ അല്ലേ? ഞാൻ എൻ്റെ കാല് പിടിക്കാം. 1 മാസം കൂടി എനിക്ക് സമയം തരണം. എൻ്റെ കയ്യിലില്ലാത്തോണ്ടാ. എൻ്റെ കടയിലെ പണി പറ്റ കുറവാ. ആളുകൾ ചൊറുക്കുള്ള ബാർബർ ഷോപ്പൊക്കെ പോകാൻ തുടങ്ങിയിരിക്കണം. എൻ്റെ കടയ്ക്ക് ചൊറുക്കില്ലല്ലോ. പിന്നെ എൻ്റെ മോൻ പറഞ്ഞ മാതിരി എനിക്ക് സൗന്ദര്യമില്ലല്ലോ. ഈ പൊരക്കൊരു കച്ചവടം പറഞ്ഞിരിക്കണം. അത് നടന്ന അപ്പ എൻ്റെ കായ് ഞാൻ തരും. ഇനി വാക്ക് മാറരുത്, ഞാൻ പോണു. என்ன சுத்தி நான் ஐயனாரு வெட்டு கத்தி பாட போறேன் என்ன பத்தி கேளுங்கடா வாய பொத்தி. താളം പിടിക്കാൻ ഞാൻ എന്താ തബലയോ? അവിടെ മാറിക്കണ, ഞാൻ പിടിക്കാം. പഠിച്ചോനെ, ആരാത്? സ്ഥലക്കച്ചവടത്തിന്റെ ബ്രോക്കർമാരാ. അനക്ക് റബ്ബർ വാങ്ങണ കാര്യം ഞാൻ പറഞ്ഞിനി. ഓ അത് ശരി. സക്കീർ സാറേ, ഞങ്ങൾ സാറിനൊന്ന് കാണാൻ വന്നതാ. പോത്തുകല്ലിൽ 6 ഏക്കർ തോട്ടുണ്ട്, കാറ് പറമ്പിലങ്ങോട്ട് കയറും. നല്ല ഉഗ്രമരാ, നമുക്ക് നോക്കിയാലോ? 6 ഏക്കറേ ഉള്ളൂ അല്ലേ? ഞങ്ങൾക്ക് ഒരു 60 ഏക്കറെങ്കിലും വേണം. അത് മതിയോ സക്കീറെ? വൈക്കട ഒരു 10 ഏക്കർ ഉണ്ട്, നോക്കണോ? നമുക്ക് പാകത്തിന് കച്ചവടം അടിക്കാം. നമുക്ക് ആലോചിക്കാം. ആ പോടാടുന്നു. സാറൊന്ന് പുറത്തേക്ക് വന്നേ. അതാണ് അതിന്റെ മാന്യത. ചെല്ല് ഇപ്പൊ കണ്ടോ എന്റെ നിലയും വിലയും? ഇതേമാതിരി തന്നെ സാറേ സാറേ എന്ന് വിളിച്ചിങ്ങാണ്ട് 100 കണക്കിന് ആൾക്കാരോട് വരും. ഇങ്ങോട്ടൊന്ന് വന്നേ. ആ മഞ്ഞ ഷർട്ട് ഇട്ട് നിക്കണ വിജയേട്ടനെ കണ്ടോ? വെറും 1 ഏക്കർ തോട്ടം വാങ്ങി ഞങ്ങളുടെ ഒപ്പം കൂടിയതാ. ഇപ്പൊ ഒരു 60 ഏക്കർ ഉണ്ട്. തോട്ടാണെങ്കിൽ തോട്ടം, പ്ലോട്ടാണെങ്കിൽ പ്ലോട്ട്, വീടാണെങ്കിൽ വീട്, ഏതാ വേണ്ടിച്ചാ പറഞ്ഞാൽ മതി, നമുക്ക് നോക്കാം. എനിക്കെല്ലാം വേണം. ഈ വീട് വാടക, ഇത് പോരാ, ഇതിലും നല്ലൊരു വീട് വേണം. നോക്കി വെച്ചോ. മുതലാളി ധൈര്യമായിട്ടിരുന്നോ? വില പാകത്തിൻ്റെ കച്ചവടം ഞങ്ങൾ നടത്തി തരും. തോട്ടത്തിനോടാ എനിക്ക് കൂടുതൽ താല്പര്യം. അങ്ങനെയാണെങ്കിലേ കരുവാര കൊണ്ടൊരു 10 ഏക്കറുണ്ട്, 80 ലക്ഷമാണ് അവർ ചോദിക്കുന്നത്. ഔ 80? അത്രയൊന്നും എൻ്റെ കയ്യിലില്ല. ഛേ, ഇല്ലാന്ന് പറയല്ലേ. കയ്യിൽ 10 ലക്ഷം ഉള്ളെങ്കിൽ അത് അഡ്വാൻസ് കൊടുക്കണം. ബാക്കി 2 മാസത്തെ അവധി വാങ്ങണം. മറിച്ച് വിറ്റാൽ ലക്ഷങ്ങൾ ലാഭം കിട്ടും. എന്തായാലും നമുക്ക് നോക്കാന്ന്, ഒരു പേടിയും പേടിക്കണ്ട. ഇതാണ് ഞാൻ പറഞ്ഞ തോട്ടം. അവർ 80 ലക്ഷം പറഞ്ഞു, നമുക്കൊരു 75-ന് കച്ചവടം അടിക്കാന്ന്. തോട്ടം വലിയ കുഴപ്പമില്ല, നല്ല അല്ലേ? എന്നാലും ഒന്ന് നോക്കണം. ഒരു മിനിറ്റ്, ഒന്നിങ്ങോട്ട് വന്നേ. ആ ഒന്നേ ഞാൻ പറഞ്ഞുതരാം. അല്ല, എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ആ കുഴപ്പമില്ല. സക്കീർ മുതലാളി വിചാരിച്ച നടക്കാത്ത കാര്യണ്ടാ? അങ്ങനെയാണെങ്കിൽ അഡ്വാൻസ് കൊടുക്കാം, ബാക്കിക്ക് 1 മാസത്തെ അവധി വാങ്ങാം. എന്താ പോരെ? ഓ അത് മതി. ആ നാളെ നിലമ്പൂരിന്ന് പോകണം, അവിടെ 8 ഏക്കർ ഉണ്ട്. അഡ്വാൻസ് എടുത്ത് പോരാ? ആ നോക്കാം. എന്നാ ശരി, ഞാൻ വരട്ടെ. ഓക്കെ. കയറി സമയം ഒരുപാടായി, ഇനിയിപ്പോൾ എവിടെയൊക്കെ പോകാനുള്ളതാ. എന്നാ ശരി, ഓക്കെ ശരി. കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി അനക്കൊരു പെണ്ണിനെ കുറിച്ച് ആലോചിക്കും. അതാണ് അതിന്റെ മാന്യത. ചൊറുക്കുള്ള പെൺകുട്ടികളുടെ അനവധി നിരവധി ഫോട്ടോ കൊണ്ടുവന്നിക്കണേ. ഇജ്ജ് കൊണ്ടുവന്നായത് കൊണ്ടൊന്ന് നോക്കണത്. ആ ഇത് കുഴപ്പമില്ല. ഇതനക്ക് കിട്ടൂല. എന്റെ സിനിമാ നടി സിന്ധുമേനന്റെ ഫോട്ടോ ഇതാണ്. മാറ്റിക്കളാ, ചൊറുക്കുള്ള പെൺകുട്ടികൾ വേറെ ഉണ്ടല്ലോ അതില്. ആ നോക്ക്.
നിൻ ചെഞ്ചൊടിയിടലിൽ മൈലാഞ്ചിപ്പൂ ചൂപ്പ് കിനിഞ്ഞോ കണ്ണേ നിൻ കരിമിഴിയിണയിൽ മധുവിതുരാവിൻ പൂക്കൾ വിരിഞ്ഞോ പെണ്ണേ നിൻ ചെഞ്ചൊടിയിടലിൽ മൈലാഞ്ചിപ്പൂ ചൂപ്പ് കിനിഞ്ഞോ കണ്ണേ നിൻ കരിമിഴിയിണയിൽ മധുവിതുരാവിൻ പൂക്കൾ വിരിഞ്ഞോ നാണത്താൽ കാൽവിരൽ കൊണ്ടൊരു സുൽത്താന്റെ ചിത്രം വരച്ചോ നാണത്താൽ കാൽവിരൽ കൊണ്ടൊരു സുൽത്താന്റെ ചിത്രം വരച്ചോ നാളത്തെ രാവിനെയോർത്ത് ഉടലാകെ കോരിത്തരിച്ചോ നാളത്തെ രാവിനെയോർത്ത് ഉടലാകെ കോരിത്തരിച്ചോ പിന്നെ നിൻ ചെഞ്ചൊടിയിടലിൽ മൈലാഞ്ചിപ്പൂ ചോപ്പ് കിനിഞ്ഞോ കണ്ണേ നിൻ കരിമിഴിയിണയിൽ മധുവിതുരാവിൻ പൂക്കൾ വിരിഞ്ഞോ മൊഹബത്തിൻ നിശലും മൂളി വരുന്നുണ്ടല്ലോ മണവാളൻ മോഹത്തിൻ വെള്ളിത്തേരിൽ നിന്നെ കൂട്ടിയണഞ്ഞിടാൻ മൊഹബത്തിൻ നിശലും മൂളി വരുന്നുണ്ടല്ലോ മണവാളൻ മോഹത്തിൻ വെള്ളിത്തേരിൽ നിന്നെ കൂട്ടിയണഞ്ഞിടാൻ മോദത്തിൻ വള്ളിക്കുടിലിൽ തന്തിന തനതിന പാടിയിടാൻ കിന്നാരം ചൊല്ലിമയക്കി ഏഴാം സ്വർഗം കാണിക്കാൻ ഏഴാം സ്വർഗം കാണിക്കാൻ പിന്നെ നിൻ ചെഞ്ചൊടിയിടലിൽ മൈലാഞ്ചിപ്പൂ ചൂപ്പ് കിനിഞ്ഞോ കണ്ണേ നിൻ കരിമിഴിയിണയിൽ മധുവിതുരാവിൻ പൂക്കൾ വിരിഞ്ഞോ പെണ്ണേ നിൻ ചെഞ്ചൊടിയിടലിൽ മൈലാഞ്ചിപ്പൂ ചൂപ്പ് കിനിഞ്ഞോ കണ്ണേ നിൻ കരിമിഴിയിണയിൽ മധുവിതുരാവിൻ പൂക്കൾ വിരിഞ്ഞോ നാണത്താൽ കാൽവിരൽ കൊണ്ടൊരു സുൽത്താന്റെ ചിത്രം വരച്ചോ നാണത്താൽ കാൽവിരൽ കൊണ്ടൊരു സുൽത്താന്റെ ചിത്രം വരച്ചോ നാളത്തെ രാവിനെയോർത്ത് ഉടലാകെ കോരിത്തരിച്ചോ നാളത്തെ രാവിനെയോർത്ത് ഉടലാകെ കോരിത്തരിച്ചോ പിന്നെ നിൻ ചെഞ്ചൊടിയിടലിൽ മൈലാഞ്ചിപ്പൂ ചോപ്പ് കിനിഞ്ഞോ കണ്ണേ നിൻ കരിമിഴിയിണയിൽ മധുവിതുരാവിൻ പൂക്കൾ വിരിഞ്ഞോ അവൻ്റെ അമ്മേ എന്താ ചീ കാട്ടുന്നത് കുഴപ്പമില്ല കുഴപ്പമില്ല നോക്കാം മാന്യത വിട്ട് കളിക്കല്ലോ എവിടെ ചെരുപ്പ് ചെരുപ്പിൽ അടിക്കാം ആ കട്ടക്കട്ടാണ് അടിച്ചു കൊടുക്ക് ആ സാറേ വരൂ 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 ഞങ്ങളെ കാത്തിരിക്കാം ആ അവിടെ അടിച്ചു ആ അധികം താമസിക്കണ്ട നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ആയിക്കോട്ടെ അതാണ് അതിന്റെ മാന്യത ചൗക്കത്താക്ക ഇതാണ് ഞാൻ പറഞ്ഞ സെക്യൂർ ഓന് ഗൾഫിൽ ബിസിനസ്സാണ് ഗൾഫിൽ മാത്രമല്ല ഇവിടെ ഉണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണം ഞാനാണേ ഞാൻ സെക്യൂരിറ്റി അളിയനാണ് ഞാൻ സെക്യൂരിന്റെ സെക്രട്ടറി ആണേ സെക്രട്ടറിയോ ഇതെന്താ സഹകരണ ബാങ്കാ വിവരില്ലാത്ത ജീവിത വർത്താനം പറയാൻ നിൽക്കണ്ട അതാണ് അതിന്റെ മാന്യത എന്ത് സെക്രട്ടറി ആണെങ്കിലും അളിന്റെ അത്രക്കൊന്നും വരൂലല്ലോ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന് 5 സമയം കളയണ്ട മോളെ സീന എന്നാ ചെറുക്കന് പെണ്ണിന് എന്തേലും പറയാണ്ടേ പറഞ്ഞോട്ടെ അതാണ് അതിന്റെ മാന്യത എൻ്റെ പേര് സക്കീർ. എനിക്ക് ഗൾഫിൽ ബിസിനസ്സാണ്. ഇവിടെ ഞാൻ കുറേ റബ്ബർ തോട്ടങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇനിയും വാങ്ങണം. കല്യാണം കഴിഞ്ഞാൽ നമുക്ക് 2 പേർക്കും കൂടി ഗൾഫിലേക്ക് പോവാം. ഞാൻ വിചാരിച്ച അതൊന്നും ഒരു പ്രശ്നമല്ല. പിന്നെ ആള് കണ്ട പോലെ ഒന്നും അല്ല, സുന്ദരിയാണല്ലോ.
കറുത്തക്കീലിച്ചുണ്ടൻ മാമ്പഴം കടിച്ചും കൊണ്ടെന്നോടു കിന്നാരം പറഞ്ഞവനേ ആ സക്കീറേ, എന്താ എനിക്ക് എന്നോടൊരു കാര്യം പറയാനുണ്ട്. ചോറി മേത്ത് കൂടിയാക്ക. എന്താ പറഞ്ഞേ? പോടാ സക്കീറേ, ഇവിടെ ഒരു വേലക്കാരത്തിനെ നിർത്തണം. കല്യാണം ആവുന്നതിന് മുമ്പ് വീടൊക്കെ ഒന്ന് അടിച്ചു തുടച്ച് വൃത്തിയാക്കണം. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. അന്റെ ഒപ്പം വേലക്കാൻ നല്ലതേ കുഞ്ഞാപ്പുട്ടിയാണ്. ദേ നോക്ക്, എന്റെ കൈ ചൂല നല്ലോണം വെച്ചിട്ട് പറഞ്ഞേക്കാം. ആ ഇനി നമ്മൾ കല്യാണം വിളിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതാണ് അതിന്റെ മാന്യത. അന്റെ വലക്കമല മാന്യത നിർത്തോജി. അതൊക്കെ പോട്ടെ, നമ്മൾ കല്യാണം വിളിക്കുമ്പോൾ നാട്ടിലുള്ള പണക്കാരെയും പ്രമാണിമാരെയും കംപ്ലീറ്റ് വിളിക്കണം. എവിടുന്നൊക്കെ പണക്കാരെ കിട്ടും അവിടുന്നൊക്കെ കൊണ്ടുവരണം. ഇന്റെ കല്യാണത്തിന് റോഡ് മുഴുവൻ കാറുകൾ ഇങ്ങനെ നിരന്ന് കിടക്കണം. നിരത്താന്ന് നമ്മൾ നിരത്തും. അതിന് എത്ര ചെലവായാലും കുഴപ്പമില്ല. ഇതേമാതിരി ഒരു കല്യാണം ഇനി നാട്ടിലുണ്ടാകാൻ പാടില്ല. ഓഡിറ്റോറിയം ഞാൻ ബുക്ക് ചെയ്തിക്കണ്. അവിടെ നമുക്കൊരു ഉത്സവമാണ് നടത്താം. പോരെ? അതൊക്കെ ഞാൻ നോക്കിക്കൊണ്ട്. ഇങ്ങനെ നോക്കിക്കാനല്ലേ? വേണ്ടതൊക്കെ ചെയ്തോളി, ഒന്നിനൊരു കുറവുണ്ടായിരുന്നു. പിന്നൊരു കാര്യം, ഒരൊറ്റ ദരിദ്രവാസിനെ അവിടെ കാണാൻ പാടില്ല. കാണാൻ സ്റ്റാൻഡേർഡ് ഉള്ളവരും മാത്രം വന്നാ മതി. അങ്ങനെയാണെങ്കിൽ എനിക്ക് കല്യാണത്തിന് വരാൻ പറ്റൂലല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് കുളിച്ച് സ്റ്റാൻഡേർഡ് ആയിട്ട് വരാം. കുളിച്ചിട്ട് കൊറേ അയക്കണേ. അങ്ങനെ ഒരക്കലടാ, കാറിന് വേദനിക്കും. മര്യാദക്ക് ശരിക്കോട് കഴുകടാ, വണ്ടി പളുവളാന്ന് മിന്നണം. വലിയ താമസമില്ലാതെ തന്നെ ഞാൻ മിന്നിക്കും. ഞാൻ ആ പഴയ വടംകൊല്ലിക്കാർ വിറ്റപ്പം തന്നെ ഒരൈശ്വര്യായി. എന്തായിട്ടൊരു പവർ. പഴയ കാറിന് പൈസ ഒരുപാട് പോയി. പൈസ പോയാലെന്താ, പവർ വന്നില്ലേ? കല്യാണം കഴിഞ്ഞ ഓളയും കൊണ്ട് ഇതിലൊരു ടൂർ പോണം. ആൾക്കാർ കണ്ട മോശല്ലേ? എന്ത് മോശം? അല്ല പോയിക്കോ, ധൈര്യമായിട്ട് പോയിക്കോ, മോശമൊന്നുമില്ല. എല്ലാരും ഒന്ന് കാണട്ടെ. അപ്പൊ പരസ്യമായിട്ടാണല്ലേ? അതൊക്കെ പോട്ടെ. എന്താണെങ്കിലും കല്യാണം ബാപ്പാനോട് ഉമ്മനോടൊക്കെ ഒന്ന് പറയണ്ടേ? അത് വേണോ? മാണം. അല്ലെങ്കിൽ ആൾക്കാർ പലതും പറയും. പെണ്ണിന്റെ പെരക്കാരും എന്തെങ്കിലുമൊക്കെ വിചാരിക്കും. വരാൻ വേണ്ടിയിട്ടൊന്നും അല്ലാന്ന്, വെറുതെ ഒരു പറച്ചില്. ഞാനൊന്ന് ആലോചിക്കട്ടെ. വാണെങ്കിൽ നമുക്ക് ചൊറുക്കുള്ളൊരു വാപ്പാനെ വാടകയ്ക്ക് എടുത്താലോ? 10,000 കൊടുത്താൽ മതിയല്ലോ. ഇജന്റെ പണി വയ്ക്കാൻ മതി. അതൊക്കെ ഞങ്ങൾ നോക്കിക്കൊണ്ട് പോന്ന്. അന്റെ ഇക്കാക്കാന്റെ കല്യാണം ഉറച്ചെന്ന് കേട്ടല്ലോ, വിളിച്ചോ? ഇല്ല. ഇതേ മാർക്കില് ഇക്കാക്കന്മാരെ വേറെ കിട്ടോ ഈ നാട്ടില്? ചിരിക്കണ്ട, ഞങ്ങളുടെ വിധിയാണെന്ന് കരുതിയാ മതി. ഈ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞല്ല. പണ്ട് ഞങ്ങളെ എത്തിങ്ങാനും പഠിപ്പിച്ചൊരു മാഷുണ്ടായിരുന്നു. മൂപ്പര് എപ്പോഴും പറയും, മക്കളെ കണ്ടും മാമ്പൂ കണ്ടും കൊതിക്കരുതെന്ന്. എന്റെ ബാപ്പി ഒരു പാവ. എപ്പോഴും പറയും, ഒന്ന് ചത്ത് കിട്ടിയാ മതിയെന്ന്. അയ്യേ കരയല്ലേ, ആരെങ്കിലും കാണൂലേ? എന്റെ കാര്യം ഓർത്ത് പാപ്പാക്ക് ഒരു മനസ്സമാധാനവും ഇല്ല. ഞാൻ എന്റെ വാപ്പാനോട് പറയാൻ പോവാ, മോളെ ഓർത്ത് വിഷമിക്കണ്ടാന്ന്. എനിക്ക് കൂട്ടവും കുടുംബവും പണവും പത്രാസൊന്നുമില്ല. എന്നാലും മോളെ കല്യാണം കഴിച്ചു തന്ന മരിക്കുവോളം പൊന്നുപോലെ നോക്കാന്ന്. ആരുല്ലേ അവിടെ? സക്കീറേ മോനെ, അനക്കെങ്ങ് വരാൻ തോന്നിയല്ലോ, അത് മതി, കേറുവാ. കേറാനൊന്നും സമയമല്ല, എനിക്ക് തിരക്കുണ്ട്. മൂപ്പരില്ലേ അവിടെ? ആര്? പാപ്പ. ഞാൻ വന്നതിന്റെ കല്യാണം പറയാനാ. അടുത്ത ഞായറാഴ്ച എന്റെ കല്യാണം. പരിപാടികളൊക്കെ ഓഡിറ്റോറിയത്തിൽ വെച്ചാ. വലിയ വലിയ ആളുകളൊക്കെ വരും. മാന്യമായിട്ട് വരാൻ പറ്റുമെങ്കിൽ മാത്രം വന്നാ മതി. അല്ലെങ്കിൽ ചോറ് ഞാൻ അങ്ങോട്ട് കൊടുത്തേക്കാം. എന്നാ പറഞ്ഞ മാതിരി. ഇന്ന്
കളി 100-ന്. 100-നാണെങ്കിലും 500-നാണെങ്കിലും നമ്മൾ റെഡിയാ. സെക്യൂർ വന്നോണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടൂലേ? ഇനിയും കൂടി കൂട്ടറാ കൂട്ടത്തില്. തൽക്കാലം ചെല്ലോടത്ത് കൂടിയാ മതി. അതാണ് അതിന്റെ മാന്യത. ഇജ്ജ് വലിയ മാന്യത പറയാതെ പൈസ ഇറക്ക്. ഇവനെ നമ്പരുത്. കള്ളനാണോ കള്ളൻ? കള്ളൻ എന്റെ എളാപ്പ. നോക്കി എളാപ്പൊക്കെ പറഞ്ഞാണ്ടല്ലോ എന്റെ സ്വഭാവം മാറും. എന്നാ എന്റെ ബാപ്പ. അങ്ങനെ മര്യാദക്ക് പറയും. ഷാജിയെ, നിന്നെ കണ്ട പോലീസല്ല ഐജി ആയിരിക്കും ഇവിടെ വരിക. ബാങ്ക് കയറി പോടാ അവിടുന്ന്. എന്റെ പൊന്നാര വാസട്ടാ, ജീവിക്കാൻ വേറെ നിവൃത്തില്ലാത്തോണ്ടേ എനിക്കൊരു പൊന്തക്കാരന്റെ മറുപടി. സീഡ് ഏതോണ്ടാ പ്രശ്നം? എന്നാലും നിന്നോ, എന്തേലും ചില്ലറ തരേണ്ടി വരും. അതിനെന്താ, അതൊക്കെ തരാം. നോട്ട് ബുക്കിന്റെ സീഡ് ഉണ്ടോ? ഇന്ന് വരും. ആരും പോലീസിനെ അറിയിക്കരുത്, എന്റെ കഞ്ഞൂടി മുട്ടിക്കരുത്. അതൊന്നും ഇല്ല, നിങ്ങൾ ബാങ്ക് കൊണ്ടാ, ഞങ്ങൾ പോട്ടെ. പേടിക്കണ്ട, 2 മണി വരെ ഞാനിവിടെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ മുരുക്കുന്നില്ല പാറമടല്ലേ, അവിടെ വന്നാലും മതി. പുതിയതേതല്ലേ? എന്നാ ഇത് കൊണ്ടുപോയിക്കോ, ഇത് നല്ലതാ. ഇതേതാ? ഈ സിനിമയ്ക്ക് പേരിട്ടിട്ടില്ല, ഷൂട്ടിംഗ് പകുതി ആയിട്ടുള്ളൂ. അല്ലെങ്കിൽ എന്താ അജിന്റെ മൂക്കിൽ വലിക്കോ? ചെലപ്പം. നിങ്ങളൊന്ന് പോകണ്ട ഇവിടുന്ന്, നിങ്ങൾ എപ്പം വന്നാലും അടിയാ. കുഞ്ഞാപ്പുട്ടിയെ ഒന്ന് ഇങ്ങോട്ട് വന്ന. കുഞ്ഞാപ്പുട്ടിയെ, ഏതായാലും നമ്മൾ സെക്യൂറിനെ ചെത്തി തിന്നാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഇനി നമ്മൾ തമ്മിൽ തല്ലിയിട്ട് കാര്യമില്ല, ഒന്നിച്ച് നിൽക്കാം. അതല്ലേ എന്റെ മാന്യത? അത് നടക്കൂല. അത് കയറി നിൽക്കുവോ വേണ്ട. ഞാനും ഓനും അളിയനും അന്നെ ഞാൻ ചവിട്ടി പുറത്താക്കും. അതിനെന്റെ വല്യാപ്പ വിചാരിച്ചിട്ടും കാര്യമില്ല. മര്യാദക്ക് യുവന്മാരുടെ ഓരോ കാര്യം എന്താണോ താന്മാരൊന്നും നന്നാവാത്ത? പോലീസുകാരുടെ ഒരു മണം വരുന്നുണ്ടല്ലോ. പോലീസ് ഓടിക്കോ. പോലീസോ? എവിടെ? പോലീസുകാരൊക്കെ ഓട്ടം കഴിഞ്ഞിട്ട് വാ. നല്ല സ്വയംഭ സാധനം ഞാൻ എടുത്തുണ്ട്. ഓനാണ് കള്ളം. പിടിച്ചോനെ പിടിച്ചോ, ചവിട്ടിക്കോട്ടെ. നല്ല പെണ്ണ. നാണിയോ? സെൽമാക്ക് നാളെ ഞാൻ പറഞ്ഞ ആലോചന നോക്കല്ലേ, ഓല് കാണാൻ വരാന്ന് പറഞ്ഞേക്കണം. തൽക്കാലം ഇപ്പൊ വേണ്ടെന്ന് പറ. അപ്പൊ നിങ്ങളല്ലേ പറഞ്ഞ ചെറുക്കൻ വന്നാ നോക്കാന്ന്? അന്ന് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞിനി, പക്ഷേ ഒക്കെ താളം തെറ്റി. എന്താണ് മയമാക്ക നിങ്ങൾ ഈ പറയണേ? 30 പവനോ 50,000 ഉറുപ്പ്യെന്നൊന്നും പറഞ്ഞാൽ വലിയൊരു കാര്യമൊന്നും അല്ല. ഇന്നത്തെ കാലത്ത് അതൊന്നും കൊടുക്കാതെ ചെറുക്കന്മാരെ കിട്ടൂല. ഒരു കൊല്ലം കൂടി കഴിയട്ടെ, എന്നാ പിന്നെ വല്ല 3-ാം കെട്ടുകാരെ നോക്കേണ്ടി വരും. നമ്മളെ കൂട്ടത്തില് 17 വയസ്സ് കഴിഞ്ഞാൽ പെണ്ണ് ചെലവാവില്ല, നിങ്ങൾക്കറിയില്ലേ? ഞാൻ പോകാം, നിങ്ങൾ എന്താ ചിലവ് കാട്ടിക്കോളൂ. എന്താ മുടി വെട്ടണോ? വേണ്ട. പിന്നെന്താ? എൻ്റെ പേര് നവാസ്. ഞാൻ ഒരു കല്യാണക്കാരൻ പറയാൻ വേണ്ടി വന്നതാ. ആരത്? സൽമാൻ്റെ. എനിക്കോളെ ഇഷ്ടാ, ഞാൻ അവളെ കല്യാണം കഴിച്ചോളാം. പൊന്നും പണം നിനക്ക് വേണ്ട, ചോദിക്കാൻ എനിക്ക് ആരുമില്ല, ഞാനൊരു എത്തീമാ. ഇവിടെ അടുത്തൊരു ബേക്കറിയിലാ പണി. എല്ലാം തുറന്നു പറയുന്ന സ്വഭാവം, അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. ബാപ്പ ആലോചിച്ചൊരു തീരുമാനം എടുക്കി. ഞാൻ പോവുക. കഴിഞ്ഞ 4-5 കച്ചവടത്തില് നമുക്ക് കുറച്ച് പൈസ പോയി. കുറച്ചല്ല, ലക്ഷങ്ങളുടെ നഷ്ടം വന്നു. ടെൻഷൻ അടിക്കാതെ ഒക്കെ നമുക്ക് തിരിച്ചു പിടിക്കാം. ഈ കച്ചവടത്തില് സക്കീറിന് 10 ലക്ഷം ലാഭം കിട്ടും. ഞാനാ പറയണത്. കിട്ടണം.
ഇല്ലെങ്കിൽ ഞാൻ ആകെ തകർന്നു പോകും. സാറൊന്നും പേടിക്കണ്ട, മോലാളിയായിട്ട് നിന്നാ മതി, ബാക്കി കാര്യം ഞങ്ങളായിട്ട്. വണ്ടൂരുള്ള 5 ഏക്കർ തെങ്ങിന് നമുക്കണ്ട് അഡ്വാൻസ് കൊടുത്താലോ? എന്റെ കയ്യിൽ പൈസ ഒന്നുമില്ല. കാറിന്റെ അടവ് തന്നെ മുടങ്ങിക്കിടക്കുക. എന്തെങ്കിലും ഈട് തന്ന പണം വേണമെങ്കിൽ ഞാൻ തരാം. സക്കീർ മുതലാളി വിചാരിച്ച നടക്കും. സക്കീർ മുതലാളി വിചാരിച്ച പലതും നടക്കും. ഗൾഫിൽ ഞാൻ ലക്ഷങ്ങൾ വരുന്നുണ്ട്, ലക്ഷങ്ങൾ. എന്താ കാര്യം? ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങോട്ട് വലിഞ്ഞു കയറി വരരുതെന്ന്. വെറുതെ എനിക്ക് മാനക്കേടുണ്ടാക്കാൻ. മോനെ, ഞാൻ സൽമാന്റെ കല്യാണം. എനിക്കൊന്നും കേൾക്കണ്ട. കല്യാണവും തക്കാരും ഒക്കെ അവിടെ വെച്ച് മതി, ഇങ്ങോട്ടാരും വരണ്ട. ആരാ സക്കീറ ഇത്? അതിന്റെ ഒരു അയൽവക്കക്കാരനാ. സഹായം ചോദിച്ചു വന്നാവൂലേ? അല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് ആരെങ്കിലുമൊക്കെ വന്നാൽ ഇരക്കാനായിട്ട് ഓരോന്ന് ഇറങ്ങിയോളൂ. എന്തായാലും വെറും കൈയോടെ വിടണ്ട, എന്തെങ്കിലുമൊക്കെ കൊടുത്തേക്കാം. എന്നാ മുപ്പിന്നേ. വാപ്പ മോളെ, കരണ്ട വാപ്പ, ഒക്കെ ശരിയാവും. എന്റെ മോനെന്താ ഇങ്ങനൊക്കെ ആയിപ്പോയി? ഉടച്ചോനെ വാപ്പ, എങ്ങനെയാ മോൾ ഇവിടെ താമസിക്കുന്നത്? ഇതിൽ നല്ല എനിക്ക് വീട്ടിക്ക് പോകുകയല്ലേ? ഒന്നും സാരില്ല വാപ്പ, ഞാനൊക്കെ സഹിച്ചോളാം. എന്തെങ്കിലും സക്കീർ ഖാന്റെ സ്വഭാവം മാറും. കരയണ്ട മോള്, കരയണ്ട. പടച്ചോണ്ട് എനിക്ക് തുണക്കി. ഞാൻ സൽമാന്റെ കല്യാണം പറയാൻ വന്നതാ. ഒന്നും പണം ഒന്നും വേണ്ട. ഓന് സമയമുണ്ട്, ഒന്നോട്ട് വരാൻ പറയും. അത്രയുള്ളൂ പാപ്പാന്റെ ആഗ്രഹം. വാപ്പ എന്ന് വന്നത് സൽമാന്റെ കല്യാണം പറയാനാ. അതിനിപ്പോ എന്താ? വാപ്പാക്ക് ഇവിടെ കണ്ടതൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. വാപ്പാന്റെ ഇഷ്ടം നോക്കാനല്ല, എന്റെ ഇഷ്ടത്തിന് ജീവിക്കാനാ ഞാൻ ഈ പുതിയ വീടെടുത്ത്. പിന്നെ പണക്കാരും ബിസിനസ്സുകാരൊക്കെ ആവുമ്പോ കുറച്ച് മദ്യപിച്ചു എന്നൊക്കെ വരും. അതത്ര വലിയ കാര്യമൊന്നുമല്ല. സൽമാന്റെ കല്യാണത്തിന് എന്തെങ്കിലും കൂട്ടവും കുടുംബമൊന്നും ഇല്ലാത്തൊരു തെണ്ടിനെ പ്രേമിച്ച് കല്യാണം കഴിക്കല്ലേ? പൈസ ഒന്നും വേണ്ടിയില്ല. മാണെങ്കിലും ഒരു പൈസ ഞാൻ കൊടുക്കൂല. തന്തി തള്ളിയില്ലാത്തിന്റെ കാര്യമൊന്നും പറയണ്ട. എല്ലാരും ഉണ്ടായിട്ടും നിങ്ങളെ അവസ്ഥ തല്ലേ? എല്ലാരും ഉണ്ടായിട്ടും ആരും ഇല്ലാത്ത മാതിരി ഞാൻ എന്നെ കല്യാണം ആലോചിച്ചപ്പോ എന്റെ പെരക്കാര് സമ്മതം മൂളിയത് എന്റെ പണം കണ്ടിട്ടാ. ഞാൻ ഈ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു പണക്കാരനാ, ഗൾഫ് ബിസിനസ്സുകാരൻ. എന്തായിട്ടെന്താ കാര്യം? സ്വന്തം പെങ്ങടെ കല്യാണത്തിന് വാപ്പ കണ്ടോന്റെ മുന്നിൽ ഇറക്കണം. ആയിക്കോട്ടെ, എനിക്കതിലും ആനക്കേടൊന്നുമില്ല. എനിക്കതിലും വലിയ പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ വാങ്ങിയ റബ്ബറിന്റെ പകുതി പണേ കൊടുത്തിട്ടുള്ളൂ. ഒരു മാസത്തിനുള്ളിൽ കൊടുത്തില്ലെങ്കിൽ കൊടുത്ത പൈസ പോവും. അല്ലേ പിന്നെ മറച്ചു വെക്കണം. ഞാൻ കുടുങ്ങിയെന്നറിഞ്ഞാൽ കച്ചവടം പിന്നെ നഷ്ടത്തിലേ നടക്കുള്ളൂ. പുതിയ കാറിന് വിജയേട്ടന്റെ അടുത്തുനിന്ന് 4 ലക്ഷം ഉറുപ്പ്യ CC വിട്ടിക്കണേ. അത് കറക്റ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ വണ്ടി പോലും കൊണ്ടുപോകും. എന്നാലും സൽമാന്റെ കല്യാണത്തിന് എന്തേലും കൊടുക്കണ്ടേ? ഇതിന്റെ ഒക്കെ ഇടയിൽ കൂടെ ഈ കല്യാണം തക്കാരെന്ന് പറഞ്ഞ ഇഞ്ഞ വെറുതെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കണ്ട. വാപ്പന്ന് കട തുറന്നില്ലേ? ഇല്ല, തുറന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല. ആരും അങ്ങോട്ട് വരുന്നില്ല. പിന്നെ എന്റെ മാത്രം ആൾക്കാരാണെന്ന് വെച്ചാൽ ഇങ്ങോട്ട് വന്നോളൂ. ഇരിക്കും മോളെ, ഇരിക്കേ. എന്താ സക്കീറിന്റെ വർത്താനോ? ഞാൻ കൊറേ പറഞ്ഞു ഇങ്ങോട്ടൊന്ന് വരാന്, വരണില്ല. ഞാൻ എന്താ ചെയ്യാ? ഇപ്പൊ തന്നെ സക്കീർ ഖാന്റെ കണ്ണ് വെട്ടിച്ചിട്ടാ ഞാൻ വന്നത്. എന്തിനാ മോളെ ഇജ്ജ് ആവശ്യമില്ലാത്തൊക്കെ ചെയ്യുന്നത്? ഓനതൊന്നും ഇഷ്ടപ്പെടൂല. ഓനെ പറഞ്ഞിട്ട് കാര്യമില്ല മോളെ. നിന്റെ മോനായിട്ട് ജനിച്ചോണ്ട് ഇന്ന് നാട്ടിൽ എന്നും ഓന് അവമാനേ ഉണ്ടായിട്ടുള്ളൂ. ഇനിയെങ്കിലും അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവണമെന്നും കരുതുണ്ടാവും. വാപ്പ അങ്ങനെ ഒന്നും പറയരുത്. ഞാനിപ്പോ വന്നത് വേറൊരു കാര്യം പറയാനാ. സൽമാന്റെ കല്യാണക്കാരൻ ഞാൻ സക്കീർ ഖാനോട് 2-3 വട്ടം പറഞ്ഞു. മറുപടി ഒന്നും പറഞ്ഞില്ല. കെട്ടാൻ പോണ ചെറുക്കൻ പൊന്നും പണവും ഒന്നും വേണ്ടാന്ന് പറഞ്ഞാലും ഓൾക്കും ഉണ്ടാവില്ലേ സ്വപ്നങ്ങള്? ഒരു മണവാട്ടിയായിട്ട് ഇറങ്ങി പോകുമ്പം ഒരു തരി പൊന്നിയിൽ അണിയാൻ ഓക്കും പൂതി ഉണ്ടാവൂലേ? ഇല്ലത്താ, എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഉണ്ട് മോളെ, ഉണ്ട്, എനിക്കറിയാം. ഇന്നാ ഇത് കുറച്ച് സ്വർണ്ണുണ്ട്, ഇതിട്ട് വേണം നീ കല്യാണത്തിന് ഒരുങ്ങാൻ. എന്നാ മോൾ എന്തൊക്കെയാ പറയണേ? ഇതൊക്കെ എനക്ക് എന്റെ കുടിക്കാര് തന്നല്ലേ? അത് സാരല്ല. എന്റെ കുടിക്കാരെന്നോ നിങ്ങളുടെ കുടിക്കാരെന്നോ ഒന്നുമില്ല. എല്ലാം ഞമ്മടെ കുടുംബല്ലേ.
കാര്യങ്ങൾ നടക്കട്ടെ. സക്കീർക്ക് അതൊന്നും അറിയണ്ട. ഞാൻ പോവാ. മോളെ കഞ്ഞി കുടിച്ചിട്ട് പോകാം. വേണ്ട ഉമ്മ, ഇനി വൈകിയ ശരിയാവൂല. പോട്ടെ. എന്തിനാ വിജയേട്ട ഇങ്ങോട്ട് വരാൻ പറഞ്ഞു? അറിയില്ല, എന്തെങ്കിലും സീക്രട്ട് ഉണ്ടാവും. എന്താണെങ്കിലും വേഗം പോണം. ഇന്നാ സൽമാന്റെ കല്യാണം, അങ്ങോട്ടൊന്ന് പോണ്ടേ? ഞാനില്ല. ഞാനുമില്ല. എന്താണെങ്കിലും സ്വന്തം പെങ്ങളുടെ കല്യാണത്തിന് പോയിട്ടില്ല പറഞ്ഞാ മോശല്ലേ? വെറുതെ ആവശ്യമില്ലാത്ത പറഞ്ഞ് എന്നെ ബുദ്ധിമുട്ടിക്കല്ലേ. അല്ലെങ്കിൽ തന്നെ ഞാൻ ആകെ ടെൻഷനില്ല. കച്ചവടം നഷ്ടത്തിലായ സ്ഥിതിക്ക് ബാക്കി പണത്തിന് സെക്യൂർ ഒരു തീരുമാനം പറയണം. അതാ ഞാൻ വരാൻ പറഞ്ഞു. ബാക്കി പണം ഉണ്ടാക്കണ്ടേ? എൻ്റെ കയ്യിലിപ്പോൾ ഒരു പൈസ ഇല്ല. കിട്ടിയാലും എനക്ക്, പോയാലും എനക്ക്. പൈസ ഇല്ലെങ്കിൽ പണിക്ക് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഞാനൊരു കാര്യം പറയാം. വണ്ടിക്ക് ഞാൻ തന്ന 4 ലക്ഷം എനിക്ക് തിരിച്ചിട്ടണം. RC എൻ്റെ അടുത്താ. വണ്ടി ഞാൻ കൊണ്ടുപോകും. നിങ്ങൾ എനിക്ക് കുറച്ച് സമയം തരണം. ഞാൻ എന്തെങ്കിലും ചെയ്യാം. ഞങ്ങൾ പറയാനുള്ളത് പറഞ്ഞു. ഇനി എന്താ വേണ്ട വെച്ചാൽ എനക്ക് തീരുമാനിക്കാം. വേടാ പോകാം. ആകെ പുലിവാല് പിടിച്ചു. കൊണ്ടുവന്ന പൈസ മുഴുവൻ തീർന്നു. നിങ്ങൾക്കെന്താ ഒന്നും പറയാല്ലേ? ഞങ്ങൾ എന്ത് പറയാനാ? ഈ വണ്ടിയും വലിയ മുഴുവൻ ഉണ്ടാക്കിയ നിങ്ങൾ. അത് ശരി, ഇപ്പൊ കുറ്റം ഞങ്ങൾക്കായില്ലേ? സെക്യൂരെ കൊക്കിലൊതുങ്ങനെ കൊത്താൻ പാടുള്ളൂ. നിക്ക് പോവല്ലേ? ഞാനല്ല, ഞാൻ പോവുക. സ്വന്തം വാപ്പാനെമ്മാനും ചവിട്ടി പുറത്താക്കിയ അനക്ക് എന്ത് മാന്യത ഉള്ളത്? മാന്യത ഇല്ലാത്ത ഒരു കളിക്കുന്നെ കിട്ടൂലട്ടോ. ഓൻ പോവാണെങ്കിൽ ഞാനും പോവുക. സുൽപ്പി പറഞ്ഞായിരിക്ക് ലേശം പുത്തമ്പണം കണ്ടപ്പോൾ സ്വന്തം ഉമ്മാനെയും ബാപ്പാനെയും ചവിട്ടി പുറത്താക്കി അനക്ക് എന്ത് മാന്യതയാണുള്ളത്? എന്നാലും പഠിച്ചോനെ ഓൻ കൊണ്ടുവന്ന പൈസ എത്ര പെട്ടെന്ന് തീർന്നോ? എന്താ മോളെ ഇതൊക്കെ? ഇത് ബാപ്പാക്കുള്ള മരുന്നാ. ബാപ്പാക്ക് ഒരു മുണ്ടും ഒരു ഷർട്ടും. ഇത് ഉമ്മാക്കുള്ളതാ. ഇല്ലോണ്ട് എല്ലാവർക്കും ഒപ്പിച്ചു. എന്തിനാ മോനെ ഇതൊക്കെ വാങ്ങി? ബാപ്പാക്ക് ഷുഗറാന്നറിയില്ല എനിക്ക്. വാങ്ങിയതൊന്നുമല്ല, ഇത് നവാസ് ഖാന്റെ ബേക്കറിന്ന് ഫ്രീ കിട്ടിയതാ. പൈസ കൊടുത്ത് വാങ്ങുന്ന ഒരാള്. ഞാൻ വെച്ചേക്കണേ. അളിയാ. അളിയാനോ? ഏതളിയൻ? അളിയാൻ സൽമാന്റെ. ഓടാ അവിടുന്ന്. അളിയാനാണ് മറ്റവനാണെന്നൊക്കെ പറഞ്ഞ് മനുഷ്യനെ നാണം കെടുത്താനായിട്ട് ഓരോ നാശങ്ങള്. എന്തിനാ പാവത്തിനെ തള്ളിയത്? 5 പൈസക്ക് ഗതിയില്ലാത്തൊരു ഊപ്പയാ പെങ്ങളെ കട്ടിയ ബന്ധവും പറഞ്ഞ്. മയമതേ, ജിന്റെ മുടി വെട്ടുമ്പോ തലേന്റെ സൈഡ് കൂടെ ഒരു വരടണം. എന്തിനാ അത്? ഒരു മോഡലേ. എനിക്കധികം വയസ്സൊന്നും ആയില്ലല്ലോ. എന്താ മോനെ ഇത്? ഞാൻ ചോറിനാൻ പോയിട്ട് വരാം. പാപ്പാക്കുള്ള ചോറിനെടുത്തു. ഞാൻ പോവാ. കടയിൽ ആയില്ല. കാന്ത് കുത്തിയാൻ പോയാ കടുക്ക കിട്ടാൻ വരുന്ന ചൊല്ല്. ആ കഥ എന്താ ജിപ്പ പറയുന്നേ? മകൻ നായിക്കരണം കാട്ടി പോയപ്പോ മൊയ്മീന്ന് ഉശീലുള്ളൊരു മരുവനെ കിട്ടി. ആരുമില്ലാത്തവന് പടച്ചോൻ തുണാന്ന് കേട്ടിട്ടില്ലേ? ഒക്കെ പടച്ചോൻ കാണുന്നുണ്ട്. അത് കരുതിയാ മതി. ഷീന, ഷീന,
എടി സീന. ആ വരുന്ന്. ഇന്നും കള്ളു കുടിച്ചല്ലേ? ആ കുടിച്ചു. കള്ള് കുടിക്കാനല്ലാതെ പിന്നെ കുളിക്കാൻ പറ്റുമോ? നിങ്ങൾ എന്താ ഇങ്ങനെ? ഇല്ലാത്ത കൊമ്പ് കാണിക്കാതെ ഉള്ളതുകൊണ്ട് അടങ്ങി ഒതുങ്ങി ജീവിച്ചാ പോരെ? വരാ, ഞാൻ ഇവിടുത്തെ അറിയപ്പെടുന്ന ഒരു മുതലാളിയാ. അങ്ങനെ തന്നെ ജീവിക്കും. നിങ്ങൾ എങ്ങനെയെങ്കിലും ജീവിക്കും. തൽക്കാലം ഇവിടുത്തെ കടങ്ങളൊക്കെ വീട്ടിയിട്ട് ഒന്നുകൂടെ ഗൾഫിൽ പോകണം. എന്നിട്ട് ഞാനിവിടെ വീണ്ടും വരും, ഒരു രാജാവായിട്ട്. നിനക്ക് സ്ത്രീധനം കിട്ടിയ സ്വർണ്ണമൊക്കെ എവിടെ? എവിടെയാന്നാ ചോദിച്ചത്, കേട്ടില്ല? അത് അലമാരയിലുണ്ട്. അതങ്ങനെ അലമാരയിൽ വെക്കാനുള്ളതൊന്നുമല്ല, ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനാ. അതിങ്ങോട്ട് എടുക്ക്, അതിങ്ങോട്ട് എടുക്ക്. സക്കീറിനെ തോൽപ്പിക്കാനൊന്നും ആരും നോക്കണ്ട. പണം എനിക്ക് പുല്ല. ഇത് തന്നെയുള്ളൂ ആകെ? ബാക്കിയൊക്കെ എവിടെ? കൊടുത്തു. കൊടുക്ക്. ആർക്ക്? സൽമാക്ക്. ഏത് സൽമ? നിങ്ങളുടെ പെങ്ങള്. ഓളങ്ങളെ അറിയൂല? ഓളെ കല്യാണത്തിന് കൊടുത്തു. നിന്നോട് ചോദിക്കാതെ കാര്യങ്ങൾ നടത്താൻ മാത്രം വളർന്നടിയ്. ആ എന്താ? സെക്യൂരിൽ എവിടെ? ഇല്ല. ആരാ? ഞാൻ ഈ വീടിന്റെ ഉടമസ്ഥനാ. 3 മാസത്തെ വാടക തരാണ്ട്, പിന്നെ കറണ്ട് ചാർജ് വേറെ. ഒന്നുകിൽ വാടക തരണം, അല്ലെങ്കിൽ വീട് ഒഞ്ഞു പോണം. എന്താ മോളേത്? ഒന്നുമില്ല പാപ്പ. എന്താ കാര്യം? വാടക കിട്ടാതെ എനിക്കിവിടെ ആരും താമസിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തെങ്കിലും എടുക്കാണ്ടെങ്കിൽ എടുത്തോ, ഞാൻ വീട് പൂട്ടി പോവാ. ചെല്ലു മോളെ, അന്റെ സാധനങ്ങളൊക്കെ എടുത്തോ, പോകാം. എന്താ വാപ്പ പറഞ്ഞ നീ കേക്കൂലേ? ചെല്ലാനാ പറഞ്ഞ്. ഓനാട് വന്നോളും. മോള് ചെല്ല്. സെക്യൂറിന്റെ ആരാ? ഓന്റെ അമ്മോശനാ. മോൾ ഓന് കെട്ടിച്ചുകൊടുക്കുന്നതിന് മുമ്പ് ഒന്നുകൂടെ ഒന്ന് ആലോചിക്കണമായിരുന്നു. തെറ്റ് പറ്റി. ഗൾഫ് പോയി കുറച്ച് പൈസ കയ്യിൽ വന്നപ്പോ ഓൻ ആരെയും കണ്ണു പിടിക്കാണ്ടായി. എന്തൊക്കെയാ ചെയ്യണ്ടെന്ന് ഓനെന്നെ അറിയില്ല. നിർത്തടാ. നിർത്ത്. എന്താ? ഞങ്ങൾ വിജയേട്ടൻ പറഞ്ഞിട്ട് വരിക. ഒന്നുകിൽ കൊടുക്കാനുള്ള കാശ് കൊടുക്കുക, അല്ലെങ്കിൽ വണ്ടി ഞങ്ങൾ കൊണ്ടുപോകും. എനിക്കൊരാഴ്ചത്തെ സമയം തരണം, മാനം കെടുത്തരുത്. അതൊന്നും ഞങ്ങൾക്ക് അറിയണ്ട. വണ്ടി ഞങ്ങൾ ഇപ്പൊ കൊണ്ടുപോകും. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് അവിടെ വന്ന് പറയുക. ഇപ്പൊ ഞാൻ എന്റെ ഭാര്യ വീട്ടിൽ പോവുക. ഈ ഒരു ദിവസം കൂടി വണ്ടി എനിക്ക് വേണം, പിന്നെ നിങ്ങൾ കൊണ്ടുപോയിക്കോ. അധികം വർത്താനം പറയണ്ട, ഇങ്ങോട്ട് ഇറങ്ങടാ. ഓടാ അവിടുന്ന്. മാറിക്കടാ. മാറിക്ക പ്ലീസ്. ഓക്കെ. മാറിക്ക പ്ലീസ്. ഓക്കെ. ഓനൊന്നും ചെയ്യരുത്, ഓനൊന്നും ചെയ്യരുത്, ഓനൊന്നും ചെയ്യരുത്. അയ്യോ, ഓനൊന്നും ചെയ്യരുത്. ഞാൻ നിങ്ങളെ കാല് പിടിച്ചു. നിങ്ങളാരാ? ഞാൻ എൻ്റെ ഒരു അയൽവക്കക്കാരനാണ്.
ആലോക്കാരനാണെങ്കിൽ അടുക്കളക്കാരനാണെങ്കിൽ ശരി, വണ്ടി ഞങ്ങൾ കൊണ്ടുപോവാ. എന്താ സക്കീറേ? സീന സീന, അന്നാരാണ്ട് വിളിച്ചേ? അകത്ത് പോകാനാ പറഞ്ഞ്. സക്കീറേ, ഒരാള് വന്നാ കേറിയിരിക്കാൻ പറയല ഞങ്ങളെ മര്യാദ. പക്ഷെ അന്നോട് അത് പറയാൻ പറ്റൂ. വാപ്പയോ? ഏത് വാപ്പ? എന്റെ മോളെ ഞാൻ അന്തസ്സായിട്ടാ വളർത്തിയത്. അന്നെ പോലത്തെ ഒരു അറാൻ പറഞ്ഞവന്റെ ഒപ്പം കല്യാണം കഴിച്ച് പറഞ്ഞേച്ചതാ ഞാൻ ചെയ്ത തെറ്റ്. ഞാൻ കുറച്ച് അതിമോഹം കാണിച്ചു, അതിനെനിക്ക് പടച്ചോൻ തന്നു. സീനാൻ എന്റെ ഒപ്പം വിടണം. ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. എനിക്കൊന്ന് ആലോചിക്കണം. തൽക്കാലം പോയിക്കോ. അങ്ങനെ പറയരുത്. ഇനി എന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും ഉണ്ടാവില്ല. എന്ത് വിശ്വസിച്ചാ ഞാൻ എന്റെ മോളെ അന്റെ പയക്ക? സ്വന്തം വാപ്പാനി ഉമ്മാനിച്ച് ചവിട്ടി പുറത്താക്കിയില്ലേ? എന്റെ മോളെ തല്ലി. തോന്നിയാസല്ലാതെ എന്റെ കയ്യിൽ ഒന്നുമില്ല. കുറച്ച് പണം കണ്ടപ്പോ ഇജ് തല മറന്നു. ഇത്രക്ക് വഷളാവുന്നു ഞാൻ കരുതിയില്ല. എനിക്കൊക്കെ മനസ്സിലായി. എല്ലാത്തിനും ഞാൻ മാപ്പ് പറയാം. ഇല്ല, എനക്കൊന്നും മനസ്സിലായിട്ടില്ല. കുറച്ചും കൂടി മനസ്സിലാകാണ്ട്. സീനാണ് എന്റെ ഒപ്പം വിടാനേ ഞങ്ങൾക്ക് ഒന്നും കൂടി ആലോചിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എനിക്ക് കുറച്ച് പണം തന്ന് സഹായിക്കണം. എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ വയ്യ. അനക്കിനി പണവും വേണല്ലേ? ഇറങ്ങി പോടാവുന്നത്. എന്നാ ആയിക്കോട്ടെ, ഞാനും ചിലതൊക്കെ കണ്ടുകണ്. അളിയാ, ആരാ? ഞാനാ. എന്താ നേരത്ത്? എനിക്കൊരു കാര്യം പറയാണ്ട്. എന്ത് കാര്യം? സുലൈഖാന്റെ മേലുള്ള സ്വർണ്ണം എനിക്ക് തരണം. ഞാൻ ഗൾഫിൽ ചെന്നിട്ട് പൈസ അയച്ചുതരാ. അത് വേണ്ട, ഞാനൊന്നും തരൂല. സ്വർണ്ണം ചോദിച്ച സക്കീറെ ഇജ്ജ് ഇങ്ങോട്ട് വരും വേണ്ട. ആളിയാ, എനിക്ക് കുറച്ച് പണം വേണം. ഞാൻ ആകെ കുടുങ്ങിക്കണ്. പുറത്തിറങ്ങി നടക്കാൻ വയ്യ. ആകെ കട. പൈസയും വേണ്ട ചോദിച്ചിട്ട് ഇങ്ങോട്ട് വരണ്ട. എൻ്റെ കയ്യിലൊരു പൈസ ഇല്ല. പിന്നെ സുലൈഖ കജുമായി കൊടുത്ത കുറച്ച് സ്വർണ്ണ, അത് ഓള് തരൂല്ല. അളിയാ, ഇജ്ജ് ഇങ്ങോട്ട് വരുന്ന വേണ്ട. ആൾക്കാർ എന്നെയും കൂടി തല്ലും. ഇപ്പൊ പഴയ മാരിക്കൊന്നും അല്ല. അടി കൊള്ളാനും തീരെ വയ്യ. ഇജ്ജ് പോയിക്കോ. അസ്സലാമു അലൈക്കും. ആരാത്? ഞാനാടാ. എന്താടാ? സക്കീറ, എനിക്ക് എന്നോടൊരു കാര്യം പറയാനുണ്ട്. ഇജ്ജ് പിന്നാമ്പുറത്തൂടെ വാ, ഞാൻ അപ്പുറത്തൂടെ വരാം. എന്താ സക്കീറേ? ഞാൻ ആകെ കുടുങ്ങിക്കണ്. ഇതെനിക്ക് കുറച്ച് പൈസ എവിടുന്നേലും സംഘടിപ്പിച്ചു തരണം. ഇജ്ജ് എന്താ ഈ പറയണേ? നിന്റെ കയ്യിൽ എവിടുന്നാ പൈസ? അങ്ങനെ പറയല്ലേ. ഈ എവിടുന്നേലും ഒപ്പിച്ചുകൊണ്ട. ആരും അറിയാതെ എനിക്ക് ഗൾഫിൽ തന്നെ പോകണം. നാട്ടിൽ നിൽക്കാൻ പറ്റൂല. എൻ്റെ കയ്യിലൊരു പൈസ ഇല്ല. എനിക്കൊരു പണിയില്ല എന്നുള്ള എനിക്ക് അറിഞ്ഞൂടെ? പറ്റുമെങ്കിൽ ഇജ്ജ് പോകുമ്പോൾ ഇന്നേം കൂടി ഒന്നാണ് ഗൾഫിൽ കൊണ്ടേക്കോ. അതാണ് അതിൻ്റെ ബാധ്യത. അളിയ, എന്താ? ഒന്നുമില്ല, പോയിക്കോ. ഉമ്മാന്റെ കൽബിലെ കണ്ണീർ കടലും ഉപ്പാന്റെ നെഞ്ചിലെ നെടുവീർപ്പുകളും
നെടുവീർപ്പുകളും ഉമ്മാന്റെ കൽബിലെ കണ്ണീർ കടലും ഉപ്പാന്റെ നെഞ്ചിലെ നെടുവീർപ്പുകളും ഞാൻ അറിയുവാൻ വൈകിപ്പോയി. ഇന്ന് ജീവിതം പെരുവഴിയായി. ഉമ്മാന്റെ കൽബിലെ കണ്ണീർ കടലും ഉപ്പാന്റെ നെഞ്ചിലെ നെടുവീർപ്പുകളും. നെഞ്ചിലെ നോവിൽ പുരട്ടിത്തരാനിന്ന് പുഞ്ചിരി പോലും കൂട്ടിനില്ല. നെഞ്ചിലെ നോവിൽ പുരട്ടിത്തരാനിന്ന് പുഞ്ചിരി പോലും കൂട്ടിനില്ല. അരികത്തിരുന്നൊന്ന് കരയുവാനായെൻ്റെ ഉമ്മ പോലും ഇന്ന് കൂടെയില്ല. കാണേണ്ടതൊന്നും ഞാൻ കണ്ടതില്ല, കേൾക്കേണ്ടതൊന്നും ഞാൻ കേട്ടതില്ല. ഉമ്മാന്റെ കൽബിലെ കണ്ണീർ കടലും ഉപ്പാന്റെ നെഞ്ചിലെ നെടുവീർപ്പുകളും. മോനെ സക്കീറേ. ആരാത്? ഞങ്ങളാ. എന്തിനാ എൻ്റെ കുട്ടി ഇവിടെ വന്ന് കിടക്കണ? വാ, പെരേക്ക് പോകാം. ഇല്ല വാപ്പ, എനിക്ക് ആ വീട്ടിക്ക് വരാനുള്ള യോഗ്യതല്ല. എൻ്റെ ബാപ്പാൻ്റെ ഇമ്മാൻ്റെ മോത്ത് കൊണ്ട് നോക്കാൻ പോലുള്ള അർഹത എനിക്കില്ല. ഉമ്മാൻ്റെ കണ്ണീരും ബാപ്പാൻ്റെ നെഞ്ചിലെ പടച്ചിലും മനസ്സിലാക്കാൻ എനിക്ക് കഴിയാതെ പോയി. എന്നോട് പൊറുക്കണം ബാപ്പ. എന്റെ മോക്കറിയരുത്. പാപ്പാക്ക് സഹിക്കൂല, പാപ്പാക്ക് സഹിക്കൂല. അളിയൻ വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. അവിടെ ഉമ്മയും സെൽമയൊക്കെ ആകെ വിഷമിച്ചിരിക്കുക. നന്ദിയുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. വെറുതെ ആലോചിച്ചെന്റെ മോൻ വിഷമിക്കണ്ട. എന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. വാ എന്റെ മോൻ വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. പണ്ട് ഇക്കാക്ക ഇവിടുന്ന് ചോറുന്നുമ്പം വൃത്തിയില്ല, ചോറിലെ മുടിയാണ്, എന്തൊക്കെ കുറ്റങ്ങളായിരുന്നു. ഒന്നും മിണ്ടായിരിക്കണ സൽമ. ഇജ്ജ് വിഷമിക്കേണ്ട സക്കീറെ, എല്ലാം ശരിയാവും. എല്ലാം എനക്ക് മനസ്സിലായല്ലോ, അത് മതി. സീനാനെ നമുക്ക് കൂട്ടിക്കൊണ്ടുവരണം. ഓള് നല്ല പെണ്ണാ. ഓളെ എനക്ക് കിട്ടിയത് എൻ്റെ ഭാഗ്യം എന്ന് കരുതിയാൽ മതി. എന്റെ കുട്ടി നിങ്ങളോട് ചെയ്ത തെറ്റിനൊക്കെ ഞാൻ മാപ്പ് ചോദിക്കാം. സീനാനങ്ങള് സക്കീറിനൊപ്പം അയക്കണം. ആരും കാല് പിടിക്കുകയും മാപ്പി ചോദിക്കൊന്നും വേണ്ട. എന്റെ അടുത്തുണ്ട് തെറ്റ്. തെറ്റ് പറ്റാത്ത മനുഷ്യന്മാരില്ല സൗഖ്യത്തെ. എന്റെ മോളെ കെട്ടാൻ വരുന്ന ചെറുക്കൻ പണക്കാരനാണെന്ന് അറിഞ്ഞപ്പോ ഞാൻ ചെറുക്കനെ പറ്റി കൂടുതലൊന്നും അന്വേഷിച്ചില്ല.
കാരണം എല്ലാവർക്കും പണം മതിയല്ലോ. ആ അതിമോഹത്തിന് പടച്ചോൻ എനിക്കൊരു താക്കീത് തന്നു. നമ്മൾ എന്താണെന്നോ എങ്ങനെയൊക്കെ ജീവിക്കണമെന്നോ നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ ആരെങ്കിലും കാട്ടുന്നുണ്ട് നമ്മൾ കാട്ടിയാലേ ജീവിതത്തിൽ എവിടേക്ക് എത്തൂല. നമ്മുടെ സക്കീറിനും പറ്റിയത് അത് തന്നെയാ. സക്കീറേ, അന്റെ കുട്ടികൾ വളർന്നിട്ട് എന്നോട് ഇങ്ങനെ കാട്ടിയ ഇജ്ജ് സഹിക്കൂ? വാപ്പാക്കും ഉമ്മാക്കും പകരം വെക്കാൻ ഈ ദുനിയാവിൽ വേറൊന്നുമില്ല. പൈസ ഉണ്ടായപ്പോ അന്റെ ഒപ്പം ആരൊക്കെ ഉണ്ടായിരുന്നു? ഇപ്പോഴോ ഈ വാപ്പി ഉമ്മയല്ലേ ഉള്ളൂ. എനിക്കെല്ലാം മനസ്സിലായി മോളെ. മോളെ, ഇവരെന്നെ കൊണ്ടുപോകാൻ വന്നതാ. പുറപ്പെടാൻ തയ്യാറായിക്കോ. ഓമാക്ക, സക്കീറിന്റെ ഭാര്യയായിട്ട് മാത്രല്ല, ഇങ്ങളെ മരുവോളും കൂടി ആയിട്ടാ ഞാൻ ഓളെ പറഞ്ഞേക്കണത്. എന്റെ മരുവോളായിട്ടല്ല, എന്റെ മോളായിട്ടാ ഞാൻ ഓളെ കൊണ്ടുപോണത്. സെക്യൂർ സീൻ ഇവിടെ ഇറങ്ങിക്കോ. നിങ്ങൾക്ക് ഇവിടെ തന്നെയാ നല്ലത്. ഞമ്മളെ പോരക്ക് തീരെ സൗകര്യമില്ല. ഒന്നും പറയണ്ട, ഇറങ്ങിക്കോ. ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. നിങ്ങൾ മാന്യായിട്ട് ജീവിച്ച് കണ്ടാൽ മതി. രണ്ടാളൂടെ ഇറങ്ങിക്കോ. ബാപ്പ, നമുക്ക് ബേക്കറി വഴി പോകാം. അവിടെ നിന്ന് കയറണം. മോളെ, ഞങ്ങളിങ്ങോട്ട് പോന്നു. അതെന്തേ? അവിടെ ഒരു സുഖല്ല. അല്ലെങ്കിലും ബാപ്പയമ്മയും വന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവരുന്നതിലല്ല, ഞങ്ങളായിട്ട് ഇങ്ങോട്ട് വരണം. അതാ അതിൻ്റെ ഒരു ശരി. അന്റെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഏതായാലും ഇക്കാക്കി താത്തി ആദ്യമായിട്ട് വീട്ടിൽ വരികയല്ലേ, നമുക്ക് മധുരം കഴിച്ചിട്ട് കയറാം. ഇതാ താത്ത തുമ്മയ്ക്ക്. എന്താ എനിക്കിതൊന്നും പറ്റൂല? അതിന് വാപ്പായ്ക്ക് ഷുഗർ അല്ലേ? എന്ത് ഷുഗർ? ഇനി ഷുഗർ നമുക്കൊരു പ്രശ്നമല്ല. ഒന്നും ഇങ്ങോട്ട് കാട്ടിക്ക. മനസ്സെന്ന മാണിക്യ കല്ലു തന്നു, മനസ്സെന്ന മാണിക്യ കല്ലു തന്നു. എന്നിട്ടും സ്നേഹത്തിൻ പൊരുളെന്തെന്നറിയാതെ മാനവൻ നരകത്തിൽ വഴി പോ. ഞാൻ ആഴ്ചയില് ഫേഷ്യല്, സ്റ്റിച്ചിങ്, പിച്ചിങ്, പ്ലക്കിങ്. അല്ല, ഈ പ്ലക്കിങ് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല? ഇല്ല. എന്താ പ്ലക്കിങ്? പ്ലക്കിങ് പറഞ്ഞ പ്ലക്കിങ് തന്നെ, അല്ലാന്താ? എന്താ ഒന്നാട് മാറിന്ന ആരാ ഈ ലോക്കൽ കസേരയൊക്കെ ഇവിടെ കൊണ്ട്? എടാ, അതല്ല, പുതിയ സിനിമയുടെ കാര്യം പറഞ്ഞേ. അത് ശരി. അപ്പൊ അത് നിന്റെ അടുത്ത് എത്തിയല്ലേ? വെറുതെ അല്ലടാ നിന്റെ കട പൂട്ടി പോയത്. എടാ, വല്ല ആവശ്യക്കാരുണ്ടെങ്കിൽ പറഞ്ഞു വിടണേ, മറക്കല്ലേ. ഷാജിയെ, നിന്നെ കണ്ട പോലീസല്ല ഐജി ആയിരിക്കും ഇവിടെ വരിക. ബാങ്ക് കയറി പോടാ അവിടുന്ന്. പൊന്നാര വാസട്ടാ, ജീവിക്കാൻ വേറെ നിവൃത്തില്ലാത്തോണ്ടേ എനിക്കൊരു പൊന്തക്കാണ്ട മറുപടി. അല്ലെങ്കിൽ ഇജ്ജ് എന്തിനാ ഈ കാർബാളിനെ കൂടെ കൊണ്ടു നടക്കുന്നത്? കാർബാളിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്ത്. ഇത് എനക്കൊരു കാറ് വാങ്ങണ കാര്യം പറഞ്ഞില്ലല്ലോ, ഞാനൊരു കാറ് നോക്കി വെച്ചിട്ടുണ്ട്. മഴക്കാറായി കാറാത്.
ജനിച്ചിട്ട് ഇതുവരെ കാറ് കയറാൻ കാറ് നോക്കിക്കള്. നോക്കാം സക്കീറേ, കാറൊക്കെ ഞാൻ നോക്കി വെച്ചിക്കണ്. ഒരു വക്കീലിന്റെ കാറാണ്, ഒരു പരിക്കൂല, ഫുള്ള് AC ആണ്. പിന്നെ വക്കീലിന് വലിയ കേസൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ ഓട്ടൊന്നുമില്ല. ആര് പറഞ്ഞാലും നിർത്തൂല. ഇതെന്റെ ജീവിതമാർഗം, എനിക്കും ജീവിക്കണ്ടേ. അതാണ് അതിന്റെ മാന്യത. ചെല്ലി ഇപ്പൊ കണ്ടോ എന്റെ നിലയും വിലയും ഇതേമാതിരി തന്നെ സാറേ സാറേ എന്ന് വിളിച്ചിങ്ങാണ്ട് 100 കണക്കിന് ആൾക്കാരോട് വരും. കല്യാണം കഴിഞ്ഞാൽ നമുക്ക് രണ്ടുപേർക്കും കൂടി ഗൾഫിലേക്ക് പോകാം. ഞാൻ വിചാരിച്ച അതൊന്നും ഒരു പ്രശ്നമല്ല. പിന്നെ ആള് കണ്ട പോലെ ഒന്നും അല്ല, സുന്ദരിയാണല്ലോ.